അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് ആരോടൊക്കെയാണ് നിങ്ങൾ കൂട്ടുകൂടേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു 6 പേരെ ഏറ്റവും നല്ല കൂട്ടുകാരായി അള്ളാഹു പറയുന്നു. ഏറ്റവും നല്ല കൂട്ടുകാരാരൊക്കെയാണ്? 6 പേരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂട്ടുകാരായി തെരഞ്ഞെടുക്കണമെന്ന് ഖുർആൻ. അള്ളാഹു ആ രീതിയിൽ തന്നെ ആകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരൊക്കെയാണ് അള്ളാഹു? അള്ളാഹു പറയാണ് ഇവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ. അള്ളാഹു ഒരാളെ കുറിച്ച് നല്ല കൂട്ടുകാരാന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അവരാരൊക്കെയാണ്? ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين فحسن أولئك رفيقا. അല്ലാഹു പറയുകയാണ് വമൻ യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ജീവിതത്തിൽ പിൻപറ്റിയാൽ ഫൗലായിക, പിൻപറ്റിയ മുഴുവൻ ആളുകളും മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച് ആദരിച്ച ആളുകളുടെ കൂടെയാണ്. ആരെയൊക്കെയാണ് അല്ലാഹു അനുഗ്രഹിച്ചതെന്നറിയുമോ? അല്ലാഹു ആരെയൊക്കെയാണ് അവന്റെ സ്നേഹത്തിന് പാത്രീഭൂതരായ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം ലഭിച്ച ഒരു വിഭാഗം ആളുകൾ, അവരാരെന്നറിയുമോ? മിനൻ നബീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു പറയുകയാണ് മനുഷ്യ, നിന്റെ ജീവിതത്തിന്റെ സാമൂഹ്യ ബന്ധത്തിലൂടെ കടന്നു ചെല്ലുമ്പോ, നീ ജീവിതത്തിൽ ഒരു സമൂഹത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോ ആരെയൊക്കെയാണ് നീ അതിലിട്ട് സ്നേഹിക്കേണ്ടത്? ആരെയൊക്കെയാണ് നീ സ്നേഹഭാജനങ്ങളായി നിന്റെ ഹൃദയത്തിനോട് അടുത്ത കൂട്ടുകാരായി നീ ആരെയൊക്കെയാണ് വാരിപ്പുണരേണ്ടത്? അല്ലാഹുവിന്റെ ഖുർആൻ 6 ആളുകളെ ചൂണ്ടി പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, വെറുതെയല്ല അല്ലാഹു പറഞ്ഞത്. ഫഹസുന ഉലൈക റഫീഖാ, ഏറ്റവും നല്ല കൂട്ടുകാർ ഇവരൊക്കെയാണ്. ഫഹസുന ഉലൈക റഫീഖാ, നിന്റെ റഫീഖുകളിൽ, റഫീഖ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, നിന്റെ കൂട്ടുകാരിൽ ഏറ്റവും ഉത്തമരായ കൂട്ടുകാരി 6 ആളുകളാണ്. ഇൻഷാ അല്ലാഹ് ഈ 6 പേരെയും നമുക്ക് ഓരോന്നോരോന്നായി പരിചയപ്പെടാം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഈ 6 പേരിൽ ഏതെങ്കിലും ഒരാളെ നിനക്ക് കൂട്ടുകാരനാക്കാൻ കഴിഞ്ഞാൽ, അവനുമായി ജീവിതത്തിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ, ഹൃദയത്തിന്റെ ഉള്ളിലൊരു ഭാഗതയം കൊടുക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹു പറയുന്നു ദാലികൽ ഫളിലു മിനല്ലാഹ്, അതല്ലാഹു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയൊരു അനുഗ്രഹമാ. ദാലികൽ ഫളിലു മിനല്ലാഹ്, അതല്ലാഹു നിന്റെ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ പറയുന്ന 6 പേരിൽ ഒരാളുമായി കൂട്ടുകൂടാൻ കഴിഞ്ഞാൽ, അവരുമായി കൂട്ടുകൂടാൻ കഴിഞ്ഞാൽ, വകഫാ ബില്ലാഹി അലീമാ, ഇക്കാര്യത്തിൽ ഏറ്റവും അദൃശ്യമുള്ളവന്, ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അല്ലാഹു തന്നെയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുന്നു 6 കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെയായിട്ട് നമ്മുടെ കൽബിയായ ബന്ധമുണ്ടാകണം. കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയപരമായ ബന്ധമാണല്ലോ, ഹൃദയവുമായിട്ടുണ്ടാകുന്ന ഒരു ബന്ധമാണ്. ഒരു വിഷയം അതിന്റെ ഒരു പുതിയ ശൈലിയിൽ പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. ആ രീതിയിൽ നന്നായിട്ട് കേൾക്കണം. കൂട്ടുകെട്ട്, സ്നേഹബന്ധം എന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങൾ, എന്റെ ചെറുപ്പക്കാർ അതേ ഗൗരവത്തോടെ തന്നെ എടുക്കണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത, എന്നാൽ അതിന്റെ ഗൗരവം അറിയാതെ നാം തള്ളിക്കളയുന്ന ഒന്ന്, എന്റെയും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ അല്ലാഹുവിന്റെ ഖുർആന്റെ വെളിച്ചത്തിൽ ശ്രമിക്കുകയാണ് ഞാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ 6 പേരെയും ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെടുത്തി. ഇനി നമുക്ക് 3 ദിവസം കൂടെ ഉണ്ട്. പരിചയപ്പെട്ടിട്ട് ഇവര് നാളെ പരലോകത്ത് നമ്മുടെ കൂടെ എങ്ങനെയാവും? ഇവിടത്തെ കാര്യം നമുക്കൊരു വിഷയമല്ലല്ലോ. നാളെ നമുക്ക് ആഖിറവല്ലേ വിഷയം. അവിടെ ആരൊക്കെ കൂടെ ഉണ്ടാവും, ഉണ്ടാവില്ല എന്നതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ജയപരാജയങ്ങളുടെ നിർണയം.
അതുകൊണ്ട് ഇവർ ആഖിറത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും? നമ്മുടെ വിഷമങ്ങളിലൊക്കെ ഈ കൂട്ടുകാരുണ്ടാകും. ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകുമ്പോ വേണം, സങ്കടം ഉണ്ടാകുമ്പോ വേണം, പ്രതിസന്ധികളിൽ കയ്യിൽ പിടിക്കാൻ വേണം. അതാണല്ലോ ഒരു ആത്മാർത്ഥ സ്നേഹബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. എന്താ? വെറുതെ രാത്രിയിൽ സ്വറ പറഞ്ഞിരിക്കാനും പട്ടച്ചാരായി അടിക്കാനും വേണ്ടിയല്ലല്ലോ കൂട്ടുകെട്ട്. ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സങ്കടം ഉണ്ടാകുമ്പോ കൂടെ വേണം, സന്തോഷം ഉണ്ടാകുമ്പോ പങ്കിടാൻ വേണം. അള്ളാഹു പറയുന്നു 6 പേരെ കൂട്ടുകാരാക്കണം. അതിലൊന്നാമത് അള്ളാഹു പറയുന്നത് ആരെയാ? ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാരനാക്കേണ്ടത് ആരെയാ? അള്ളാഹു പറയുന്നു അള്ളാനെ കൂട്ടുകാരാക്കുന്നു. ആദ്യമായിട്ട് അള്ളാഹ് പറയുന്ന ആരാ? അള്ളാഹുവിനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ദഹിക്കില്ല. ഞാൻ പറഞ്ഞുതരാം, നമുക്ക് നോക്കി. അള്ളാഹുവിനെ കൂട്ടുകാരനാക്കണം. നമ്മളും അള്ളാഹുവും തമ്മിലൊരു സ്നേഹബന്ധമുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താ കഴിയില്ലേ? അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാവൂലേ? ആകാതിരിക്കാൻ ബുദ്ധിമുട്ടെന്താ? അള്ളാഹ് കൂട്ടുകാരനായി അള്ളാന്റെ ഖുർആൻ തന്നെയല്ലേ പറഞ്ഞത്? നമ്മളോർക്ക് അള്ളാഹുമായിട്ടൊരു കൂട്ടുകെട്ടോ. അത് SMS അയക്കാൻ പറ്റൂല, മിസ് കോൾ അടിക്കാൻ പറ്റൂല. പിന്നെ എങ്ങനെ അള്ളാഹുമായിട്ടുള്ളൊരു സ്നേഹബന്ധം? എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുമായിട്ടൊരു സ്നേഹബന്ധം ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാകും. ഞാൻ സമയം ഒരു 2 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതുള്ളൂ. കാരണം അതാണ് ഒരു യഥാർത്ഥ പ്രശ്നം. ഒത്തിരി വലിച്ചു വാരി 3-3.5 മണിക്കൂർ അങ്ങ് പോയാല് ഇയാൾ നിർത്തുന്നില്ലല്ലോ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു അരോചകത്വം ഉണ്ടാകും. അപ്പോ പിന്നെ നമുക്ക് കേൾക്കുന്ന കാര്യം ജീവിതത്തിൽ അല്ലെ മനസ്സിൽ പകരാൻ പറ്റൂല. ആസ്വാദ്യമാകുന്നതോടൊപ്പം അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയ സമ്പുഷ്ടവുമായ പ്രഭാഷണമാണ് അത്യുത്തമം. ഖൈറുൽ കലാമി മാ ഖല്ല വദല്ല. അരോചകമാകും വിധം സുദീർഘമാവരുത്. കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് നിർത്തിയാൽ കൊള്ളാം എന്ന് തോന്നുന്നത് വരെ ഒരാൾ പ്രസംഗിക്കാൻ പാടില്ല. ചില ആളുകൾ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ പുറകിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ടാലേ നിർത്തും, അല്ലെങ്കിൽ നിർത്തൂല. അതൊരു പ്രഭാഷകന്റെ ഗുണമല്ല. പ്രഭാഷകൻ 10 മിനിറ്റ് അനുവദിച്ചാൽ 9 മിനിറ്റും 59 സെക്കൻഡും ഉള്ളപ്പോൾ അയാൾ നിർത്തിയിരിക്കണം. അതാണ് പ്രസംഗം. അപ്പൊ അതുകൊണ്ട് നമുക്ക് 2 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ എല്ലാം വിട്ടിട്ട് നേരിട്ട് വിഷയത്തിലോട്ട് പോവാൻ. അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാവും. അള്ളാഹു നാമുമായി, നമുക്ക് അള്ളാഹുമായിട്ട് അങ്ങനെ ഒരു ബന്ധം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാവൂലേ? ആകും. കാരണം നമ്മളെപ്പോലൊരു മനുഷ്യന്റെ കൂട്ടുകാരനായിരുന്നു അള്ളാഹു എന്ന് അള്ളാഹു തന്നെയാ പറഞ്ഞത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതെന്താ? വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. ഞാൻ ഇബ്രാഹീമിനെ എന്റെ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇബ്രാഹിം എന്റെ കൂട്ടുകാരനാണ്. ഇബ്രാഹിം എന്റെ കൂട്ടുകാരനാണ്. ഇബ്രാഹിം എന്റെ സ്നേഹിതനാണെന്ന് അള്ളാഹു തന്നെ ഖുർആനിൽ പരിചയപ്പെടുത്തുമ്പോ ആരാ സഹോദരങ്ങളെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 4000 വർഷങ്ങൾക്കപ്പുറം ഇന്നത്തെ ഇറാഖിന്റെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുകൂടി വിഗ്രഹാരാധകനായ ഒരു പിതാവിന്റെ മകനായി ജനിച്ച, യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള ഒരു ചെറ്റക്കുടിലിൽ താമസം ആരംഭിച്ച ദീപാവല്ലയോ? എന്നെയും നിങ്ങളെയും പോലൊരു യുവത്വത്തിലൂടെ കടന്നുപോയ മദ്യപാനിയായ ഒരു പിതാവ് എന്ന് പറയുന്നത് പോലെ മദ്യപാനം വേണമെങ്കിൽ തൗബ ചെയ്താൽ അല്ലാഹു പൊറുക്കുന്നതാ. അല്ലാഹു പൊറുക്കില്ല എന്ന് പറഞ്ഞ ശിർക്കിന്റെ അപ്പോസ്തലനായ ഇബ്രാഹിമിന്റെ പിതാവ് വിഗ്രഹത്തിന്റെ കച്ചവടക്കാരനാണ്. അല്ലാഹ് കിട്ടപ്പെടാത്ത വിഗ്രഹ കച്ചവടം നടത്തിയ വിഗ്രഹ കച്ചവടക്കാരനായ ഒരു പിതാവിന്റെ മകനായി ജനിച്ച, ബാല്യത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരു സാധാരണ ചെറുപ്പക്കാരനായിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്താ? വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. എന്റെ ഇബ്രാഹീമിനെ ഞാൻ എന്റെ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തതാ. അള്ളാന്റെ റസൂലിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താ? അള്ളാന്റെ ഹബീബ് എന്നല്ലേ? അള്ളാന്റെ ഹബീബ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കൂട്ടുകാരനല്ലേ? അള്ളാന്റെ പ്രവാചകൻ ഒരു ദിവസം മസ്ജിദുൻ നബവിയിലൂടെ നടന്നു പോകുമ്പോ സഹാബാക്കൾ മുഴുവനും ഒരുമിച്ച് കൂടിയിരുന്നിട്ട് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തുകയാ. പ്രവാചകന്റെ സഹാബത്ത് പറയുന്ന ആദം സഫിയുല്ലാഹ് വനൂഹുൻ നജിയുല്ലാഹ് വഇബ്രാഹീം ഖലീലുല്ലാഹ് വമൂസാ കലീമുല്ലാഹ് വഈസാ റൂഹുല്ലാഹ്. ആദം
ആദം നബി അല്ലാഹുവിന്റെ സഫിയാണ്, നൂഹ് നബി അല്ലാഹുവിന്റെ നബിയാണ്, മൂസാ നബി അല്ലാഹുവിന്റെ കലീമാണ്, ഈസാ നബി അല്ലാഹുവിന്റെ റൂഹാണ്, ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ ഖലീലാണെന്ന് സഹാബത്ത് പറയുമ്പോ, അതിലൂടെ പ്രവാചകൻ നടന്നു പോകുമ്പോ തന്റെ അനുയായികൾ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തുമ്പോ അത് കേട്ടുകൊണ്ട് റസൂലുള്ള സഹാബത്തിനോട് പറയുന്നു, സഹാബാ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ആദം നബി അല്ലാഹുവിന്റെ സഫിയാണ്, നൂഹ് നബി അല്ലാഹുവിന്റെ നബിയാണ്, ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ ഖലീലാണ്. പക്ഷേ ഞാനാരെന്നറിയുമോ? അലാ വഅന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്, ഞാൻ അല്ലാഹുവിന്റെ ഇഷ്ടതോടനാണെന്ന് ലോകത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ അള്ളാഹിന്റെ ഹബീബാണ്. അള്ളാഹിന്റെ ഹബീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കൂട്ടുകാരൻ. ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞു, ഞാൻ ഇബ്രാഹിമിനെ എന്റെ ഖലീലാക്കി തെരഞ്ഞെടുത്തിരിക്കുക. അപ്പൊ അള്ളാഹു മനുഷ്യരെ കൂട്ടുകാരാക്കും എന്ന് വിശുദ്ധ ഖുർആൻ. ഇത് ഖുർആന്റെ രസാണല്ലോ, അതിന് എതിര് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്കും അങ്ങനെ ആവാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല അത് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹിനെ കൂട്ടുകാരൻ ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുവും തമ്മിലായിരുന്നു ഏറ്റവും വലിയ കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടിന്റെ ബാക്കി പത്രമാണ്. കാരണം പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സമീറ ഇന്നലത്തെ പോലെ ആയില്ലല്ലോ, ഇന്നലത്തെ പോലെ ഇന്നലെ ഒരു ദിവസം കൊണ്ട് നിന്റെ ആത്മാർത്ഥത തീർന്നു. എന്നാലല്ല ആത്മാർത്ഥ ഇങ്ങനെയാണ് ആലോചനയൊന്നും വരില്ല. അവൻ 2 ദിവസം കഴിഞ്ഞാൽ കളഞ്ഞിട്ട് പോകുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹു തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ സ്നേഹബന്ധം ഏതാ? ആ സ്നേഹബന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരൊക്കെ വേദനിപ്പിച്ചോ ആ സമയത്തെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടു. എങ്ങനെ ഇടപെട്ടു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധമെന്താ? അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം ഖുർആൻ പരിശോധിച്ചാൽ നമുക്കറിയാം. ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകനല്ലാത്ത ധാരാളം പ്രവാചകന്മാര് കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ എല്ലാം ആ പ്രവാചകന്മാരുടെ സമൂഹം വല്ലാതെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ആ ജനങ്ങളെല്ലാം നൂഹ് നബിയോട് പറഞ്ഞതെന്താ? കാലയാ നൂഹ് ഇന്നാ ലനറാക ഫീ സഫാഹത്തിൻ വ ഇന്നാ ലനളുന്നുക മിനൽ കാദിബീൻ. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോ ആ ജനങ്ങളെ നൂഹ് നബിയോട് പറഞ്ഞു, നൂഹേ ഇന്നാ ലനറാക മിനൽ കാദിബീൻ. നൂഹേ നീ കള്ളനാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജനങ്ങൾ കള്ളൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഇടപെട്ടില്ല. നൂഹ് നബി തന്നെയാണ് ജനങ്ങളോട് മറുപടി പറഞ്ഞത്. ഖുർആൻ തന്നെ തെളിവല്ലേ? ജനങ്ങളെ എങ്ങനെ പറയല്ലേ? ലൈസ ബി ലലാലത്തുൻ, ജനങ്ങളെ ഞാൻ വഴിപടച്ചവനല്ല, ഞാൻ കള്ളം പറയുന്നവനല്ല. അല്ലാഹുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് സത്യം മാത്രമാ. ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പ്രബോധനം നടത്തിയപ്പോ വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്, അള്ളാഹുവിനെ കൂട്ടുകാരനാക്കേണ്ടത് എങ്ങനെയാ സഹോദര? ചിലപ്പോൾ ആധുനികമായ ലോകത്തിന്റെ സുഹൃബന്ധത്തിന്റെ ചേരുവകളുടെ നടുവിൽ ഞാനിത് പറയുമ്പോ അള്ളാഹും നമ്മളും തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ അള്ളാഹുമായിട്ട് മാനസികമായിട്ടൊരു ബന്ധമുണ്ടാക്കേണ്ടത് എങ്ങനെയാ? സാലിഹ് നബിയോട് ജനങ്ങൾ പറഞ്ഞു, സാലിഹേ ഇന്നാ ലനറാക ഫീ സഫാഹത്തിൻ വ ഇന്നാ ലനളുന്നുക മിനൽ കാദിബീൻ.
സഫീൻ, സാലിഹേ നീ മഹാവിദ്യയാണ്, നീ പമ്പര വിദ്യയാണെന്ന് പറഞ്ഞപ്പോ സാലിഹ് നബിയെ ജനങ്ങൾ മുഴുവനെ സഫീഹ് എന്ന് വിളിച്ചപ്പോ അള്ളാഹുവിന് ഒരു പ്രശ്നവുമില്ല, അള്ളാഹു ഇടപെട്ടിട്ടില്ല. സാലിഹ് നബി തന്നെയാണ് മറുപടി പറഞ്ഞത്, ജനങ്ങളെ ഖാലയാ ഖൗമി ലൈസ ബീ സബാഹത്തിന് ഇന്നാ ലനറാക ബീ സബാഹത്തിന് ഖാലയാ ഖൗമി ലൈസ ബീ സബാഹത്തുൻ വലാകിന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ. ഏ ജനങ്ങളെ, എനിക്ക് വിഡ്ഢിത്തമില്ല, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുമ്പോ എത്രയോ പ്രവാചകന്മാരെ, നബിമാരെ ആ സമൂഹം മുഴുവനും ചീത്ത വിളിച്ചിട്ടുണ്ട്, കല്ല് പറക്കി എറിഞ്ഞിട്ടുണ്ട്, അപ്പോഴൊന്നും അള്ളാഹു ഇടപെട്ടിട്ടില്ല. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹിന്റെ കൂട്ടുകാരനല്ലയോ, അള്ളാഹിന്റെ ഹബീബല്ലയോ? ഓ പ്രവാചകനെയാണ് വലീദ് ഇബ്നു റബീഅ വന്നിട്ട് വിളിക്കുന്നത്, ഏ മുഹമ്മദേ ഇന്നക ലമജ്നൂൻ, നീ ഭ്രാന്തനാണ് മുഹമ്മദ്, നീ ഭ്രാന്തനാണ് മുഹമ്മദ് എന്ന് വിളിക്കുമ്പോ അള്ളാഹിന്റെ റസൂലിന്റെ ഹൃദയത്തിന് വല്ലാതെ വേദനയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ വന്നിട്ട് വെറുതെ ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ജിബ്രീലിനെ പറഞ്ഞു വിടുന്നു, ജിബ്രീലേ പോവുക, എന്റെ കൂട്ടുകാരനെ ആരെങ്കിലും തെറി വിളിച്ചുവോ, എന്റെ കൂട്ടുകാരനെ ആരെങ്കിലും വല്ലാതെ വഴക്ക് പറഞ്ഞുവോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എത്രയോ കൊലപാതകങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കാറുണ്ട്. നമ്മുടെ നാടിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഇക്കഴിഞ്ഞ റമളാൻ മാസത്തിലെ ചാലക്കമ്പോളത്തിൽ വെച്ച് റമളാൻ 27-ാം രാവിന്, റമളാനിന്റെ 27-ാം രാവിന് ഞാൻ ചാലയിൽ നിൽക്കുമ്പോഴാണ് സൈദലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടയിൽ ജ്യൂസ് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവനെ വന്നിട്ട് റമളാൻ 27-ന് കയ്യിലിരിക്കുന്ന പിച്ചാത്തി കൊണ്ട് നെഞ്ചിലോട്ട് കുത്തിയിറക്കിയിട്ട് കുത്തിക്കൊല്ലുമ്പോ, എന്തിനാണ് റമളാൻ 27-ന് കൊലപാതകം നടന്നതിന്റെ കാരണം എന്താ? തിരുവനന്തപുരം ജില്ലയിലെ തലസ്ഥാന നഗരിയിലെ തിരക്കേറിയ ചാലക്കമ്പോളത്തിൽ കുടിക്കാൻ വേണ്ടി വന്ന ജ്യൂസ് കടയിൽ വന്ന് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുത്തിമലർത്തിയത് എന്തിനാ? ആ കുത്തിമലർത്തിയ ആളുകളുടെ കൊലപാതകികളായി പ്രതികളായ ആളുകളുടെ മാതൃ സഹോദരനെ ചീത്ത പറഞ്ഞതിന്റെ പേരിലാണ് അയാളെ കുത്തിമലർത്തിയതെങ്കിൽ, കൂട്ടുകാരെ, നമുക്ക് സ്നേഹമുള്ളവരെ ആരെങ്കിലും തെറി വിളിച്ചാൽ, ആക്ഷേപിച്ചാൽ നമുക്ക് സഹിക്കുമോ? അവന്റെ നെഞ്ചിലേക്ക് മലത്തിക്കിടത്തി കടാര കുത്തിയിറക്കുമ്പോ ഇതാണ് സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനമെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ നേരെ ഒരാൾ പറയുന്നു, മുഹമ്മദേ നീ ഭ്രാന്തനാണടാ, നീ ഭ്രാന്തനാണടാ, നീ ഭ്രാന്തനാണടാ എന്ന് പറയുമ്പോ സഹിക്കാൻ കഴിയാത്തത് അബൂബക്കറിനല്ല, സഹിക്കാൻ കഴിയാത്തത് ഉമറിനല്ല, സഹിക്കാൻ കഴിയാത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സഹിക്കാൻ കഴിയാത്തത് ആർക്കാ? പ്രബന്ധനാഥനായ തമ്പുരാനാ. കാരണം അവര് തമ്മിൽ അത്രത്തോളം വലിയ മിത്രങ്ങളല്ലേ, അവരത്രത്തോളം വലിയ കൂട്ടുകാരല്ലയോ? അല്ലാഹു പറഞ്ഞു, ജിബ്രീലേ പാറി പറന്നു പോവുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് എത്തി. അവൻ എന്തിനാ നബിയെ ഭ്രാന്തൻ എന്ന് വിളിച്ചിട്ട് അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടായോ? വേണ്ട നബിയെ, വേണ്ട. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങാൻ തുടങ്ങി, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഓ നബിയെ, എന്തിനാ ഭയക്കുന്നത്? എന്തിനാ? അള്ളാന്റെ സ്നേഹം കണ്ടോ സഹോദരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ സമൂഹത്തോടൊരു പുതിയ ചിന്ത ഞാൻ പറഞ്ഞു തരികയാ. അള്ളാനെ നമ്മൾ കാണേണ്ടത് ഒരു സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാ. വേണ്ട നബിയെ, ദുഃഖിക്കണ്ട നബിയെ, കൂട്ടുകാരാ, ദുഃഖിക്കണ്ട കൂട്ടുകാരാ. അള്ളാന്റെ കാരുണ്യം കൊണ്ട് അങ്ങ് ഭ്രാന്തനല്ല, അങ്ങ് ഭ്രാന്തനല്ല, അങ്ങ് ഭ്രാന്തനല്ല. അങ്ങ് ഏറ്റവും നല്ല സ്വഭാവമുള്ള മാതൃകാ പുരുഷനല്ലേ നബിയെ? എന്നിട്ട് നമ്മൾ ഒരാളെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാ? അള്ളാഹു തന്റെ ആത്മമിത്രത്തെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങയെ ഭ്രാന്തനെന്ന് വിളിച്ചവൻ ആരാന്നറിയുമോ? അവൻ ആരാന്നറിയുമോ? ഓ നബിയെ, അവൻ ആരാന്നറിയുമോ? അവൻ ആരാന്നറിയുമോ? ഹമ്മാസിൻ മസായിൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ നതീം ഉതുല്ലിം ബഅദ ദാലിക സനീം.
അള്ളാഹും അവന്റെ പ്രവാചകനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഖുർആനിൽ ഇന്നും കിടക്കുകയാ. ഓ നബി, അങ്ങേ ഭ്രാന്തരെന്ന് വിളിച്ചവൻ അവൻ ആരെന്നറിയുമോ? അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ മോശപ്പെട്ടവനാണ് നബിയെ. അവനിവിടെ അവന്റെ ജോലി തന്നെ പരദൂഷണം പറയലാണ്. ഉത്തുല്ലിന്നവൻ പരിധി ലംഘിച്ചവനാണ്. മാത്രമല്ല നബിയെ, ആർക്കും വേണ്ടാത്ത ഏതെങ്കിലും ഒരു വേണ്ടാത്തവന് അങ്ങയെ ഭ്രാന്തനെന്ന് വിളിച്ചെന്നോത്തിട്ട് അങ്ങെന്തിനാ ദുഃഖിക്കുന്നത്? മാത്രമോ അവൻ ആരെന്നറിയുമോ? ഉത്തുല്ലിം ബഅദ ദാലിക സനീർ. അവന്റെ കുടുംബ ബന്ധം തന്നെ ശരിയല്ല നബിയേ. അള്ളാന്റെ ഖുർആനിൽ ആയത്തിറങ്ങി. എന്തിനായി ആയത്തിറങ്ങിയത്? അള്ളാന്റെ റസൂലിനെ വലീദ് ബിൻ മുഗീറ പ്രവാചകനെ വിളിച്ചു, ഇന്നക്കല മജ്നൂൻ, ഏ നബിയെ മുഹമ്മദ് നീ ഭ്രാന്തന. അള്ളാഹ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സാധാരണ സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. നമ്മുടെ കൂട്ടുകാരനെ തൊട്ട, ഇവിടെ കൊട്ടേഷൻ ടീമൊക്കെ അങ്ങനെയല്ലേ കൊട്ടേഷൻ എടുക്കുന്നത്. നമ്മുടെ കൂട്ടുകാരനെ പറഞ്ഞാൽ, നമ്മൾ സ്നേഹിക്കുന്നവരെ പറഞ്ഞ കൊലപാതകം നടക്കുന്നത്. എന്റെ വാപ്പായോട് എനിക്ക് ഭയങ്കര സ്നേഹമാ. എന്റെ വാപ്പാനെ ഒരാൾ തെറി വിളിച്ച നമ്മൾ വീട്ടിലോട്ട് വരികയാണ്. എന്റെ ഉപ്പാരത അവൻ തെറി വിളിച്ചു, നമ്മളിക്കോ? കത്തി എടുത്തിട്ട് നേരെ ഓടും. കാരണം എന്താ? മനസ്സിൽ സ്നേഹമുള്ളത് കൊണ്ടാ. അള്ളാഹ് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? അള്ളാന്റെ റസൂലിനോടാണ്. ആ റസൂലുള്ളാഹിനെ ഒരാൾ ഭ്രാന്തെന്ന് വിളിച്ചപ്പോ അള്ളാഹ് 10 പ്രാവശ്യം തിരിച്ചു പറഞ്ഞു. അവൻ ആരാന്നറിയോ? ഉത്തുല്ലിൻ നബിയെ മന്നാഇൻ ലിൽ ഖൈരി. അവൻ ഏത് ഖൈറുണ്ടായാലും അതിന് തടസ്സം നിൽക്കുന്ന ആളാണ്. ഇത് വലീദ് ബിൻ മുഗീറയുടെ ഗുണമാണ്. ഈ ഗുണം, ഈ 10 ഗുണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊരു നാട്ടിൽ താമസിക്കുമ്പോ അള്ളാഹു ഒരു മനുഷ്യനെ ശപിച്ചു പറഞ്ഞ 10 ഗുണമുണ്ട്. മന്നാഇൻ ലിൽ ഖൈരി. ആ നാട്ടിൽ എന്ത് ഖൈറ് നടക്കാൻ വേണ്ടി പോയാൽ അപ്പൊ അവരതിനെതിരെ. ഇപ്പൊ എവിടെ സ്വന്തം വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോവാ, ഒരു പെണ്ണിന്റെ കല്യാണം നടക്കാൻ പോവാ, എല്ലാരും ഉറപ്പില്ല, ഞാൻ കൂടൂല, എന്നോട് അതിന്റെ ഡേറ്റ് പറയാതെ ആലോചിച്ച് അവൻ മാറി. അവൻ മന്നാഉൽ ഖൈറാണ്. മാനിഉൽ ഖൈറല്ല. മാനിഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ അത്രയും വരൂല, ഖൈറ് തടയുന്നവെന്നുള്ളൂ. മന്നാഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്ത് ഖൈർ വന്നാലും തടയുന്നവൻ. മാനിഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ ഒരു നന്മ വന്നു അതിന് ഇവൻ തടസ്സം നിന്നു, അതോടെ അത് തീർന്നു, മാനിഉൽ ഖൈർ തീർന്നു. മന്നാഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് നല്ല കാര്യം വന്നാലും തടയും. അങ്ങനെ നിൽക്കുന്നവനാണ് വലീദ് ബിൻ മുഗീറ എന്ന് അള്ളാഹു ശപിച്ചു പറഞ്ഞൊരു ഗുണമാണത്. ഞാനൊരു ഗുണപാഠമായിട്ട് പറയാൻ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരും അത് മുഴുവൻ ഇല്ലാതാക്കും. ഒന്നേതാ? മന്നാഉൽ ഖൈർ. ഒരു നല്ല കാര്യം പഠിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം നടക്കാൻ, അതെവിടെയാണ്? നമ്മുടെ വീട്ടിലാകട്ടെ, നമ്മുടെ പള്ളിയിലാകട്ടെ, പള്ളിയിൽ ഒരു നല്ല കാര്യം നടക്കാൻ പറ്റൂല. അപ്പൊ മന്നാഉൽ ഖൈറായി മാറും. ഇപ്പൊ പഞ്ചായത്തിൽ ഭരണസമിതി കൂടാൻ പോവാണ്, അവിടുത്തെ റോഡ് ടാർ ചെയ്യാൻ തീരുമാനിച്ചു, പറ്റൂല. അപ്പൊ മന്നാഉൽ ഖൈറാണ്. അള്ളാഹു നമ്മളെ ആ അവസ്ഥയിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്തദിൻ, പരിധി ലംഘിക്കുന്ന എല്ലാ കാര്യത്തിലും അവനൊരു പ്രത്യേക റൂട്ടാണ്. അസീം, കൊടുംകുറ്റവാളി, അവൻ പാപമേ ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് പറഞ്ഞാൽ എന്റെ വിഷയം മാറിപ്പോ. ഉത്തുല്ലിൻ എന്ന് പറഞ്ഞാൽ ആളുകളെ കുത്തി സംസാരിക്കുന്നു. ഉത്തുല്ലിൻ എന്ന് പറഞ്ഞാല് കുത്തി സംസാരിക്കുന്നവർ. പെണ്ണുങ്ങൾക്കുള്ള ഒരു സ്വഭാവമാണ്. ചിരിക്കുന്നുണ്ടല്ലേ ക്ലോസപ്പിന്റെ പരസ്യകാരി. ഉത്തുല്ലിൻ, കുത്തി സംസാരിക്കുക. ഭർത്താവിനാണെങ്കിൽ ഭർത്താവിനെ, ഉപ്പാനാണെങ്കിൽ കുത്തി സംസാരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. എന്നെ എത്രയോ നല്ല ആളുകൾ പെണ്ണ് കാണാൻ വന്നു. ഒരാൾ വന്നേ, ഉത്തുല്ലിൻ, ഈ കുത്തി സംസാരിക്കുക. അള്ളാന്റെ റസൂലിനോട് അള്ള പറഞ്ഞു, നബിയെ അങ്ങേ ഒരാള് ഭ്രാന്തെന്ന് വിളിച്ച് അങ്ങ് എന്തിനാ ദുഃഖിക്കുന്ന? അവൻ ആരാന്നറിയാവോ? പണ്ട് മുതലേ അവന്റെ പിന്നെന്താ ഹമ്മാസിൻ മശായിൻ ബിനമീം. അവൻ ബിനമീമിൻ, നമീമത്തുമായി പരദൂഷണത്തിന്റെ ഹോൾസെയിൽ ഡീലറാണ്. ആ നാട്ടിലെ പരദൂഷണത്തിന്റെ ഹോൾസെയിൽ ഡീലർ. അവന്റെ ജോലി അതാ നബിയെ. എന്തിനാ ഒരു വിലയില്ലാത്തവൻ? അള്ളാന്റെ റസൂലിനെ അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഒരു കൂട്ടുബന്ധം നോക്കൂ. ഒരു കൂട്ടുകാരൻ പറഞ്ഞ് വെറുതെ അല്ല, പേടിക്കണ്ട നബിയെ. അങ്ങനെ മാത്രം അവസാനം ഇതൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ കൂട്ടുകാരന്റെ സമാധാനമായില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ അവൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണല്ലോ. അവൻ ആരാന്നറിയാവോ? അവന്റെ വാപ്പ ആരാന്ന് തന്നെ ആരും
സാധാരണ ഏറ്റവും അവസാനം നമ്മൾ പറയുന്നതാണ് എല്ലാം ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ഒരാൾ നമ്മളെ കുറിച്ച് ഒരു അപവാദം ഉണ്ടാക്കി നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഈ വിഷയത്തിന് ബാധകമാണ്. ഞാൻ ഖുർആനാണ് പറയുന്നത്, വേറെ ഒന്നുമല്ല. ഒരു നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് വന്നിട്ട് നമ്മളെ തോളിൽ തട്ടി ആശ്വാസിക്കും, നിങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞു. അല്ലെങ്കിൽ ഗൾഫിൽ ഭർത്താക്കന്മാരുള്ള പെണ്ണിനെ കുറിച്ച് ഒരാളൊരു അപവാദം പറഞ്ഞു, ആ പെണ്ണ് കരഞ്ഞിരിക്കുകയാണ്. നീ എന്തിനാ പറയുന്നത്? അവരുടെ ജോലിയെ ഇതാ. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഫിത്തനയാണ്. ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ പള്ളിയിലെ ഏറ്റവും വലിയ ഫിത്തനയാണ്. നാട്ടിലും പള്ളിയിലും ഒക്കെ ഉണ്ടാവും ഒരു MFB, മസ്ജിദ് ഫിത്തന ബോർഡ്. അത് പള്ളിയിലെ ഫിത്തന. പിന്നെ നാട്ടിലുണ്ടാകും ഈ നമീമത്തുമായിട്ട്. അതൊന്നും നോക്കണ്ട, അവന്റെ ജോലി ചെയ്താ. അവൻ പണ്ട് മുതലേ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. ഏറ്റവും അവസാന സമാധാനം വന്നില്ല എന്ത് പറയും? നിങ്ങൾ വിഷമിക്കണ്ട, അവന്റെ വാപ്പാരെന്ന് അവനറിയാം. അള്ളാഹു അതേ കാര്യമാണ് പറയുന്നത്. 10ാമത്തെ കാര്യം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ പരദൂഷണം പറയുന്നവനാണ്, പരിധി ലംഘിക്കുന്നവനാണ്, കുറ്റവാളിയാണ്, എല്ലാം ചെയ്യും. ഇതൊന്നുമല്ല, അവൻ വ്യഭിചാരത്തിൽ പിറന്നവനുമാണ് നബിയെ. അള്ളാഹ് ആയത്തിറക്കി തന്റെ കൂട്ടുകാരൻ മനസ്സ് വിഷമിച്ചപ്പോ അള്ളാഹു നമ്മുടെ മനസ്സ് വിഷമിക്കും, അള്ളാഹു നമുക്കും അള്ളാഹു സാന്ത്വനം തരട്ടെ. ഇതാണ് സ്നേഹബന്ധം. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം, തീർന്നിട്ടില്ല. ഈ കേൾക്കുന്നോണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം, അല്ലാതെ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കുക ഒരു പ്രശ്നവുമില്ല, എളുപ്പമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയവൻ വ്യഭിചാരത്തിന് പിറന്നവനാണ് നബിയെ. വലീദ് ബിൻ മുഗീറ കഅബാലയത്തിന്റെ ഭിത്തിയിൽ ചാരി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ഭ്രാന്തൻ എന്ന് വിളിച്ച ആവേശത്തോട് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലീദ് ബിൻ മുഗീറ കഅബാലയത്തിന്റെ ഭിത്തിയിൽ ചാരി നിൽക്കുകയാണ്. ആരോ ഓടി വന്നിട്ട് പറഞ്ഞു വലീദ് ബിൻ മുഗീറയോട്, മുഹമ്മദിന്റെ ഖുർആനിൽ നിന്നെ ശപിച്ചുകൊണ്ട് ആയത്തിറങ്ങി, നീ പരദൂഷണം പറയുന്നവനാണ്, നീ കൊടുങ്കുറ്റവാളിയാണ്, ഏത് നന്മയ്ക്ക് തടസ്സം നിൽക്കുന്നവനാണ്. മാത്രമല്ല, നിന്നെ കുറിച്ച് മുഹമ്മദിന്റെ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കി, നീ വ്യഭിചാരത്തിൽ ഉണ്ടായതാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരാണ് പറയുന്നത്? മക്കക്കാർക്ക് ഇതേവരെ അറിയില്ല. വലീദ് ബിൻ മുഗീറ അയാളും വ്യഭിചാരത്തിൽ ഉണ്ടായതാണെന്ന് ആർക്കും അറിയില്ല. കഅബാലയത്തിന്റെ ഭിത്തിയിൽ തല ഉയർത്തി ചാരി നിൽക്കുന്ന വലീദ് ബിൻ റബീയുടെ മുഖത്തടിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വലീദ് ബിൻ റബീഅ, വലീദ് ബിൻ മുഗീറ, നീ വ്യഭിചാരത്തിൽ പിറന്നവനാണ്. ആളുകൾ വന്നിട്ട് ചോദിച്ചു വലീദ് ബിൻ മുഗീറയോട്, നീ വ്യഭിചാരത്തിൽ പിറന്നവനാണെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. വലീദ് ബിൻ മുഗീറയുടെ മുഖം താണു പോയി. വലീദ് ബിൻ മുഗീറ പറഞ്ഞു, എനിക്കറിയില്ല, എന്റെ ഉമ്മയോട് ചെന്ന് ചോദിച്ചാലല്ലാതെ ഈ സത്യാവസ്ഥ അറിയുമോ? ചരിത്രം ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. എന്റെ ഉമ്മയോട് ചെന്ന് ചോദിച്ചാലല്ലാതെ മറുപടി പറയുമോ? ഉമ്മയല്ലേ കാര്യത്തെ കുറിച്ച് അറിയേണ്ടത്. വലീദ് ബിൻ മുഗീറയും കൂട്ടുകാരും വലീദ് ബിൻ മുഗീറയുടെ ഉമ്മയുടെ അടുക്കലെത്തി. ആളുകൾ ചോദിച്ചു, ഈ വലീദ് വ്യഭിചാരത്തിൽ ഉണ്ടായതാണെന്ന് അള്ളാന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, നിങ്ങൾ പറയുക, ഇത് സത്യമാണോ? മക്ക മുഴുവനെ കാതോർത്ത് നിന്ന പ്രവചനമാണ്. അള്ളാഹുവാണ് പറയുന്നത്. രഹസ്യങ്ങൾ അറിയുന്നവൻ, പരസ്യങ്ങൾ അറിയുന്നവൻ, രാവും പകലും ഒരേപോലെ നിയന്ത്രിക്കുന്ന തമ്പുരാൻ. ആ തമ്പുരാനാണ് പറയുന്നത്. വലീദ് ബിൻ മുഗീറയുടെ ഉമ്മയോട് ചോദിച്ചു, നിങ്ങളുടെ മകനായ വലീദ്, ആ വലീദ് വ്യഭിചാരത്തിൽ പിറന്നതാണോ? സഹോദരങ്ങളെ, ആളുകളുടെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് വലീദിന്റെ ഉമ്മ പറഞ്ഞു, അതെ, ഖുർആൻ പറഞ്ഞത് ശരിയാണ്. വകാന അബൂഹു ഇന്നീനാ വസനൈതു മഅറായിൽ ഗനമി. ഇവന്റെ പിതാവ് സണ്ടത്വം ബാധിച്ച ഒരാളായിരുന്നു. അദ്ദേഹത്തിന് പ്രജനന ശേഷി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹത്തോട് വസനൈതു മഅറായിൽ ഗനമി, ഒരാട്ടിടയന്റെ കൂടെ ഞാൻ കിടപ്പറ പങ്കിട്ടപ്പോ അതിലാണ് വലീദ് പിറന്നതെന്ന് വലീദിന്റെ ഉമ്മ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അള്ളാന്റെ റസൂലിനെ ഒരു പ്രാവശ്യം വേദനിപ്പിച്ചപ്പോ അള്ളാഹു 10 പ്രാവശ്യം തിരിച്ചു വിളിക്കുകയാണ്. എടാ കുടുംബത്തിൽ പിറക്കാത്തവനെ, അവൻ കുടുംബത്തിൽ പിറക്കാത്തവനാണ് നബിയെ. അവൻ പിതാവാരെന്നറിയാത്തവനാണ്. അവൻ തലമുറയുടെ വേറിട്ട് പോയവനാണെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ.
അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞ 6 കൂട്ടുകാരിൽ ഒന്നാമത്തെ കൂട്ടുകാരനാരാ? അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാകണം. ഇബ്രാഹിം നബിയുടെ കൂട്ടുകാരനായതുപോലെ, അള്ളാഹുവിന്റെ റസൂൽ ഹബീബായതുപോലെ, മൂസാ നബി കരീമായതുപോലെ, അള്ളാഹു മൂസാ നബിയോട് കൂട്ടുകൂടിയില്ലയോ? അതുകൊണ്ടല്ലയോ അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞത്, മൂസാ തൂർ സീനയിൽ വാ, നമുക്ക് അവിടെ വെച്ചെന്ന് സംസാരിക്കാമെന്ന്. സ്നേഹബന്ധത്തിന്റെ ഭാഷണം പോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസാ നബിയോട് പറഞ്ഞു പോയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂട്ടുകാരന്റെ മനസ്സൊന്ന് നൊന്തപ്പോ, കൂട്ടുകാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അള്ളാഹ് പറഞ്ഞു, വേണ്ട നബിയേ, വേണ്ട നബിയേ, വേണ്ട നബിയേ, ഞാനല്ലേ കൂടെയുള്ളത്. അവൻ കുടുംബത്തിൽ പിറക്കാത്തവനാണെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇതാണ് സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം. മനസ്സൊന്ന് വേദനിച്ചാൽ, മനസ്സൊന്ന് നൊന്താൽ, ആ സമയത്ത് അല്ലാഹ് പറയണം, നീ വേദനിക്കണ്ട, അല്ലാഹ് പറയണം, നീ ദുഃഖിക്കണ്ട, ഞാനല്ലയോ നിന്റെ കൂടെയുള്ളത്, ഞാനല്ലയോ നിന്റെ തൊട്ടടുത്തുള്ളത്, ഞാനല്ലയോ നിന്റെ ചാരത്തുള്ളത്. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവനരുകിൽ അണഞ്ഞരുളി, ഭയന്നൊരു നിമിഷം തളരരുതേ, മയങ്ങുകില്ല, ഉറങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല, മയങ്ങുകില്ല, ഉറങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. നിന്റെ കാലൊന്ന് പിടച്ചാൽ, നിന്റെ മനസ്സൊന്ന് പിടഞ്ഞാൽ, നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാലപ്പടക്കം പോലെ കടന്നു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുമായി ൊരു ബന്ധം സ്ഥാപിക്കണം. നിന്റെ ഹൃദയം നൊന്താൽ, അള്ളാന്റെ റസൂലിന്റെ കൽബ് പൊടിഞ്ഞപ്പോ, റസൂലുള്ളാന്റെ കണ്ണ് നിറഞ്ഞപ്പോ അല്ലാഹ് ദുഃഖിക്കണ്ട നബിയെ എന്ന് പറഞ്ഞതുപോലെ, നമ്മുടെയും ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ കടന്നു വരുമ്പോ, കബ്സേ കടീഹേ അറബ് ഉമീദ് കേ സഹാറേ, മേരാ ദിൽ ന ജാനേ മേനെ കിസി തരഹ് സെ പുകാരേ. അല്ലാഹുവേ, എത്രയോ നാളുകൊണ്ട് നിന്റെ മുമ്പിൽ വന്നിട്ടൊരു യാചകനെ പോലെ ഞാൻ കേഴുകയാണ്. എന്റെ പ്രയാസങ്ങൾ അറിയുന്നില്ലയോ തമ്പുരാനെ? എന്റെ ദുഃഖങ്ങൾ കാണുന്നില്ലയോ അല്ലാഹുവേ? പടച്ചവനെ, കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകയാണ്. എത്ര നാളുകൊണ്ട് നിന്റെ മുമ്പിൽ ഒരു യാചകനെ പോലെ ഞാൻ തലയിട്ടടിച്ച് കരയുകയാണ്. അല്ലാഹുവേ, മേരാ ദിൽ അബീ ലാസിം ജാതാ ഹേ, തേരാ റഹ്മ കാനാ, തേരാ റഹ്മ കാനാ. അല്ലാഹുവേ, എനിക്കിപ്പോൾ വേണ്ടത് നിന്റെ കാരുണ്യമാണ്, നിന്റെ സ്നേഹമാണ്, നിന്റെ വാത്സല്യമാണ് അല്ലാഹുവേ. അതുകൊണ്ട് നീ എന്നോടൊന്ന് കരുണയോടെ നോക്കുമോ? ഞാനും നീയും തമ്മിലുള്ള ബന്ധമൊന്ന് പുനഃസമാഗമം നടക്കുമോ? അതുകൊണ്ട് അല്ലാഹുവിനെ കൂട്ടുകാരനാക്കണം, അള്ളാഹിനെ കൂട്ടുകാരനാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സ് നൊന്തുമ്പോ അള്ളാഹ് പറയണം, നീ നോവണ്ട, ഞാനല്ലേ കൂടെ ഉള്ളത്. പറഞ്ഞിട്ടില്ലേ? ഒരു യഥാർത്ഥ കൂട്ടുകാരൻ എങ്ങനെയാ? ഒരു യഥാർത്ഥ കൂട്ടുകാരന്റെ സ്വഭാവം എന്താ? അയാൾ സങ്കടത്തിൽ മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരൻ ഒരു വിപത്തിലേക്ക് ചെന്ന് വീഴാൻ പോകും, അയാൾ ഒരു കുഴിയിൽ വന്ന് വീഴാൻ പോവാ, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ആത്മാർത്ഥ സ്നേഹമുള്ളവനാണ് എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പോവരുത്, പോയാൽ അപകടമാണ്, വാണിംഗ് കൊടുക്കുന്നു, പോകരുത്. അങ്ങനല്ലേ? ഒരു യഥാർത്ഥ കൂട്ടുകാരനാരാ? നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരാള് ഒരു വലിയ ആപത്തിലേക്ക് പോകാൻ പോകുമ്പോൾ ആത്മാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ ആ കൂട്ടുകാരൻ പറയും, നീ അത് ചെയ്യരുത്, ഇനി അഥവാ നിനക്ക് പറ്റിപ്പോയാൽ ഇനി അത് ആവർത്തിക്കരുത് എന്ന് സ്നേഹത്തോടെ ശാസിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. ആണല്ലോ? ആണോ അല്ലേ? ഇതെന്താ ഒരു അനക്കമില്ലാതെ? നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരൻ അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഉപകാരം ചെയ്തു, അതിനെന്ത് ചെയ്യണം? സ്നേഹം ഉണ്ടാവണം. ഇതൊക്കെയാണ് ഒരു യഥാർത്ഥ കൂട്ടുകാരന്റെ ലക്ഷ്യം. അള്ളാഹ്ക്ക് പ്രവാചകനോട് വലിയ സ്നേഹമാണ്. അതുകൊണ്ട് പ്രവാചകൻ എങ്ങാനും ഒന്ന് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്യാൻ പോകുന്നു തോന്നി അള്ളാഹ് ഉടനെ ഇടപെടും. വേണ്ട നബിയെ, വേണ്ട. ഇതൊന്നും അല്ല അവരുടെ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം. അള്ളാഹു നമുക്കത് തൗഫീഖ് നൽകട്ടെ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് പറയാം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ സദസ്സിലിരിക്കുമ്പോ മക്കാ പ്രമാണികൾ പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ
മക്ക പ്രമാണിമാരിയ്ക്കുമ്പോൾ പ്രമാണിമാര് പറഞ്ഞു, ഏ പ്രവാചകരെ, അങ്ങയുടെ കൂടെ എപ്പോഴും ഇരിക്കുന്നത് പാവങ്ങളാണ്. പാവപ്പെട്ട, വസ്ത്രം കീറി മുറിഞ്ഞ, ഒന്നും തിന്നാനില്ലാത്ത കുറെ സാധുക്കളാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് മക്ക പ്രമാണിമാരായ ഞങ്ങളുടെ അടുക്കൽ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കാൻ പറ്റൂല. ഈ പാവപ്പെട്ടവന്റെ കൂടെ, അധകൃതരുടെ കൂടെ, അവർണരുടെ കൂടെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂല. അപ്പൊ ഈ ബിലാലിനെ പോലെ, അമ്മാറിനെ പോലെ, അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനെ പോലെ കറുകറുത്ത അടിമകളായ പാവങ്ങളെ മാറ്റി നിർത്തിയാൽ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാം എന്ന് അവരൊരു ഡിമാൻഡ് വെച്ചു. പ്രവാചകൻ അവരുമായിട്ട് ചർച്ച നടത്തുക. അപ്പൊ അള്ളാന്റെ റസൂലിന് തോന്നി ശരിയാണല്ലോ. കാരണം പ്രവാചകന്റെ മനസ്സിലെ ചിന്ത എന്താ? ബിലാലിനെയും ഉമ്മു മക്തൂമിനെയൊക്കെ അല്പനേരം മാറ്റി നിർത്തിയാലും ഇവർ ഇസ്ലാമിലോട്ട് വരുമല്ലോ, അതിലൂടെ അവരുടെ അനുയായികളും ഇസ്ലാമിലേക്ക് വരുമല്ലോ. അതുകൊണ്ട് ഇവരെ ഒന്ന് മാറ്റി നിർത്തിയാൽ എന്താണ് എന്ന് പ്രവാചകന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി. ആ ചിന്തയിൽ പ്രവാചകൻ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു, കണ്ണ് കാണില്ല, അന്ധനായ സഹാബിയാണ്, കാഴ്ചയില്ല. അദ്ദേഹം പ്രവാചകന്റെ ഇരിക്കുന്നതിന്റെ മുമ്പിലെത്തി അള്ളാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞു. റസൂലുള്ള നോക്കുമ്പോ ആരെയാണോ മാറ്റി നിർത്തണം എന്ന് ഇവർ ആവശ്യപ്പെടുന്നത്, അതേ വർഗത്തിൽപ്പെട്ട പാവപ്പെട്ടവനായ, ദളിതനായ, അടിമയായ, കറുത്തവനായ, അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം തന്റെ മുമ്പിൽ വന്ന് സലാം പറയുക. അള്ളാന്റെ റസൂൽ പെട്ടെന്ന് സലാം മടക്കിയില്ല. അള്ളാന്റെ റസൂലിന്റെ മുഖം വല്ലാതെ ഒന്ന് ചുളിഞ്ഞുപോയി. ഉമ്മു മക്തൂം ഇപ്പോഴെന്തിനാ ഈ സദസ്സിലേക്ക് വന്നത്? റസൂലുള്ളാഹിയുടെ മനസ്സ് മുഖം ഒന്ന് ചുളിഞ്ഞു. കാരണം എന്താ? മക്ക പ്രമാണിമാരിയ്ക്കാൻ ആ സമയത്ത് എന്തിനാണ് ഈ ഉമ്മു മക്തൂം ഇപ്പോഴും വന്നത്? എന്തിനാ? റസൂലുള്ളാഹിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. സാധാരണ നമുക്ക് തോന്നണമായി എന്ന് നമ്മൾ സാധാരണ പറയുമ്പോൾ മുഖം ഒന്ന് ചുളിയുല്ലോ. അങ്ങനെ റസൂലുള്ളാഹിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. ഈ പാവപ്പെട്ടവനോട് മനസ്സിൽ ഒരു വല്ലാത്ത അപകർഷതാബോധം, ഒരു അലോസരതയുണ്ടായി. അള്ളാഹു എന്ത് ചെയ്തു? കൂട്ടുകാരൻ ഇടപെട്ടു. അള്ളാഹുവിനറിയാം അങ്ങനെ ഒന്നുണ്ടായാൽ അവരുടെ സ്നേഹബന്ധം തകരും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖം വല്ലാതെ ചൊളിഞ്ഞുപോയി. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്തിനാ ഇങ്ങനെ വന്നതെന്തിനാ? ആ സമയത്താണ് അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞു വിടുന്നത്. പറഞ്ഞു കൊടുക്ക് ജിബ്രീലേ പോയി. അബസ വതവല്ല അനജാഹുൽ അമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യസ്സക്കറു ഫതൻഫഅഹു ദിക്റാ. ഓ നബിയേ, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന തന്റെ കൂട്ടുകാരന്റെ മുഖം ചുളിഞ്ഞപ്പോ അള്ളാഹു ശാസിക്കുകയാണ്, വേണ്ട നബിയേ, അബസവതവല്ല, അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയോ നബിയേ. അനജാഹുൽ അമാ, അങ്ങയുടെ അടുക്കലേക്ക് ഒരു അന്ധനായ സഹാബി വന്നപ്പോ, ഓ നബിയെ, എന്തിനാണ് അങ്ങ് മുഖം ചുളിച്ചത്? എല്ലാ പാടില്ല നബിയേ, ഇന്നഹു തദ്കിറ, ഇതൊരു വാണിംഗ് ആണ്. ഇനി എങ്ങാനും അങ്ങനെ ഒരിക്കൽ കൂടി മുഖം ചുളിഞ്ഞാൽ ഞാനും നിങ്ങളും തമ്മിലുള്ള സുഹൃബന്ധം പൊട്ടിപ്പോകും നബിയേ. പാവപ്പെട്ടവൻ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്, ആ പാവപ്പെട്ടവൻ ഞാനുമായിട്ട് അടുത്തവനാണ്. ഏ നബിയെ, ആ പാവപ്പെട്ടവനുമായുള്ള ബന്ധമെങ്ങാനും മുറിച്ചു കളഞ്ഞാൽ, ഇനി എങ്ങാനും മുഖമൊന്ന് ചുളിഞ്ഞു പോയാൽ വേണ്ട നബിയെ, ഇന്നഹു തദ്കിറ, ഇനി ഇത് മേലാൽ ആവർത്തിക്കല്ല നബിയെ. എപ്പോഴെങ്കിലും പ്രവാചകന്റെ മനസ്സിലെങ്ങാനും അള്ളാഹ് ഇഷ്ടപ്പെട്ടതെങ്ങാനും വന്നു പോയാൽ ആ സമയത്ത് കൂട്ടുകാരൻ ഇടപെടുമായിരുന്നു. ഇത്രയേറെ ജീവിതത്തിൽ സ്നേഹബന്ധമുണ്ടായിരുന്നു. അള്ളാഹും പ്രവാചകനും തമ്മിൽ ഇങ്ങനെ അള്ളാന്റെ റസൂലിന്റെ കൂടെ നടന്ന, പ്രവാചകന്റെ മനസ്സ് ബന്ധാല് കൂടെ നിന്നിരുന്ന ഒരു കുടിയിലേക്ക് പോകാൻ പോയാൽ ആ സമയത്ത് പുറകിൽ നിന്ന് പിടിച്ചു വലിച്ച അള്ളാന്റെ റസൂലിന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹം അള്ളാഹു ചോദിക്കുന്നതിന് മുമ്പേ പൂർത്തീകരിച്ചു കൊടുക്കുമായിരുന്നെന്ന നമുക്ക് തന്നെ അറിയാമല്ലോ. അള്ളാഹും പ്രവാചകനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ? അതുകൊണ്ട് തന്നെയല്ലേ പ്രവാചകൻ പറഞ്ഞത്, ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ഗൈറ റബ്ബി ലത്തഖത്തു അബൂബക്കർ. അല്ലാഹ്
അല്ലാഹുവല്ലാത്തൊരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കാൻ എനിക്ക് അനുവാദമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എന്റെ കൂട്ടുകാരനാക്കുമായിരുന്നു. ഇല്ല, എന്റെ കൂട്ടുകാരൻ എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം. മനസ്സിലേതാഗ്രഹമുണ്ടോ? അള്ളാന്റെ റസൂൽ ആദ്യമായിട്ട് കിബിലയായിട്ട് വെച്ചത് ബൈത്തുൽ മുഖദ്ദസ് ആണ്. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നെഞ്ചു തിരിച്ച് നമസ്കരിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ മനസ്സിലെ ആഗ്രഹം എന്താ? കഅബയെ കിബിലയാക്കണം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൈകെട്ടി നിസ്കരിക്കുമ്പോഴും അള്ളാന്റെ റസൂലിന്റെ കണ്ണുകൾ ആകാശത്തേക്കാണ്. ജിബ്രീൽ വരുന്നുണ്ടോ? കഅബയെ കിബിലയാക്കാൻ ആയത്തിറങ്ങുന്നുണ്ടോ? കാരണം അള്ളാന്റെ റസൂലിന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടെന്ന് അള്ളാഹ്ക്കറിഞ്ഞാ മതി. അപ്പോൾ തന്നെ അള്ളാഹു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ അള്ളാന്റെ റസൂലും അള്ളാഹു തമ്മിലുള്ള പ്രേമബന്ധം, അനുരാഗബന്ധം അത്രത്തോളം ഉണ്ടായിരുന്നെങ്കിൽ സഹോദരങ്ങളെ, ഇത് വെറുതെ പറയുന്നതല്ല. അതുകൊണ്ടല്ലേ ഉമർ ഖാദിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഫസകാഹു കസമഹബത്തിൻ തസ്നീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഉമർ ഖാദിയുടെ വാക്കാണിത്. ഫസകാഹു കസമഹബത്തിൻ തസ്നീമാ, അവർ അനുരാഗത്തിന്റെ തസ്നീമിൽ നിന്ന് കോരിക്കുടിച്ചെന്ന് പറഞ്ഞാൽ അവര് പ്രേമാനുരാഗത്തിന്റെ തസ്നീം നദിയിൽ നിന്ന് അല്ലാഹുവും പ്രവാചകനും കോരിക്കുടിച്ചെന്ന് ഉമർ ഖാദി പറഞ്ഞെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ആ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ? അള്ളാന്റെ റസൂലിന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ തന്നെ അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കലാ പതിവ്. കഅബാലയം കിബിലയാക്കണമെന്ന് പ്രവാചകൻ ആഗ്രഹമാണ്. കഅബാലയം കിബിലയാക്കുമെന്നുള്ള ആയത്ത് വരുന്നോ എന്നറിയാൻ അള്ളാന്റെ റസൂലിന്റെ കണ്ണെപ്പോഴും ആകാശത്തേക്കാ. ഉടനെ ജിബ്രീലിനെ പറഞ്ഞു വിട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്റെ കൂട്ടുകാരന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കൽ എന്റെ കടമയല്ലേ? ഓ നബിയേ, കുഴപ്പമില്ല. ഖദ്നറാ തകല്ലുബ വജ്ഹിക ബിസ്സമായി ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാ. ഓ നബിയെ, കഅബാലയത്തിലേക്ക് നെഞ്ചു തിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മനസ്സിൽ ആഗ്രഹം വെച്ച് നടക്കണ്ട. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാ, അങ്ങക്ക് ഇഷ്ടപ്പെട്ട കഅബാലയത്തിലേക്ക് നെഞ്ചു തിരിച്ചോ നബിയേ. സ്നേഹത്തിന്റെ അടുത്ത പാഠം, അള്ളാന്റെ റസൂലിന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെന്ന് അള്ളാഹ്ക്ക് അറിഞ്ഞാ മതി. ചോദിക്കുക പോലും വേണ്ട. ചോദിക്കണോ? ചോദിക്കണ്ട. റസൂൽ വലിയൊരു നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാ നമ്മളോട് ചോദിച്ചിട്ടില്ല, മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മുടെ ഭാര്യയോടുള്ള സ്നേഹം നമുക്ക് എന്താ? നമ്മളിപ്പോ അടുത്ത ടൗണിൽ കൂടെ പോത്തങ്കോട്, അടുത്ത പോത്തങ്കോടല്ലേ, പോത്തങ്കോട് നമ്മൾ അതിലേ പോവാണ്. അപ്പൊ പോണ വഴിക്ക് ഇടത് ഭാഗത്ത് രാജകുമാരി ടെക്സ്റ്റൈൽസ്. അങ്ങനെ നടന്നു പോകുമ്പോ നമ്മൾ കണ്ട് രാജകുമാരി ടെക്സ്റ്റൈൽസിന്റെ ആ കണ്ണാളിച്ചില്ലില് നല്ല ഒരു ചുരിദാർ ഇട്ടിരിക്കുന്നു. ഒന്നുകിൽ അനാർക്കലി, അല്ലെ പാട്ടിയാരെ തുടങ്ങി. അങ്ങ് സിക്കിം മുതൽ തുടങ്ങിയതാണ് ചുരിദാറിന്റെ പേര്. പാട്ടിയാല, അനാർക്കലി, അവസാനം ഗുജറാത്ത്, കേരളം വരെ എത്തുമ്പോ അതിന്റെ അവസാനിക്കാറ് ഒരു കാലേ കാണൂ. ചുരിദാറിന്റെ പേരാണ് അനാർക്കലി, പാട്ടിയാല, പാറ്റ്ന, ഗുജറാത്ത്. ഇപ്പൊ ഏറ്റവും അവസാനം കേരളം വരെ എത്തുമ്പോ ചുരിദാറിന് കേരളം എന്ന് പേരിട്ട് അതിനകത്ത് കേരളത്തിന്റെ ഭൂപടം പോലെ ഒരു കാലമുള്ളത്, മറ്റേ കാല് ഫ്രീ. അപ്പൊ അങ്ങനെ വരുന്ന സാധനം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ നമ്മുടെ ഭാര്യ കൂടെ ഉണ്ട്. ഭാര്യ ആ കണ്ണാടിച്ചില്ലിനകത്തൊരു നല്ല ചുരിദാർ കണ്ടു, അല്ലെങ്കിൽ തൊട്ടപ്പുറം ഗോൾഡ് സൂക്ക് ഉണ്ട്. ഗോൾഡ് സൂക്കില് ആ കഴുത്തില്ലാത്ത ഒരു സാധനം ഉണ്ടല്ലോ, താലിമാലയൊക്കെ ഇട്ട് വെച്ചേക്കണ കഴുത്തില്ലാത്തൊരു ഡെമോ. ആ ഡെമോയിൽ നല്ല ഒരു നെക്ലേസ് കിടക്കണം, 1.25 പവന്റെ. നമ്മുടെ ഭാര്യ ഇങ്ങനെ നമ്മുടെ കൂടെ നടന്നു വരുന്ന സമയത്ത് ഈ പാവം അറിയാതെ ഇങ്ങനെ ഒന്ന് നോക്കി. നമ്മൾ കണ്ടു തന്റെ ഭാര്യ ഈ കണ്ണാടിച്ചില്ലിൽ കിടക്കണ ചുരിദാറോ അല്ലെങ്കിൽ നെക്ലേസോ ഇതിങ്ങനെ ഇവൾ ഒളികണ്ണിട്ട് നോക്കണത് നമ്മൾ കണ്ടു എന്ന് നമ്മൾ ഭാവിച്ചില്ല. കാരണം പണ്ടാരം മേടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ കൂടെ നടക്കുമ്പോഴും സ്വർണ്ണക്കടയുടെ മുമ്പിൽ കൂടെ തുണിക്കടയുടെ മുമ്പിൽ കൂടെ പെണ്ണിനെ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പഴമക്കാര് പറയുന്നത്. കാരണം കഴുത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ കണ്ട ഭാവം നടിച്ചില്ല. നമ്മളിങ്ങനെ നടന്നു വന്നു, വീട്ടിൽ വന്നു, അവള് പാവം ഒന്നും പറഞ്ഞില്ല, ഭർത്താവിനോട് പറഞ്ഞില്ല. കാരണം അവക്കറിയാം ഭർത്താവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പാവപ്പെട്ട മുസ്ലിയാരാണ് ഭർത്താവ്, അദ്ദേഹത്തിന്റെ ആകെ ശമ്പളം 3000 രൂപയാണ്. അതുകൊണ്ട് 2 ചുരിദാർ എടുത്താൽ തീർന്നു.
പട്ടിണി. ബാക്കി 3000 രൂപ കിട്ടിയാൽ 2 ചുരിദാർ എടുത്തിട്ട് ഒരു സാധനത്തിന്റെ വില എന്തോ ഒരു സാധനം. ഒരു നേരത്തെ ഡ്രസ്സ് എടുത്താൽ തീർന്നു 1 മാസത്തെ ശമ്പളം. അപ്പൊ അതുകൊണ്ട് ലോകത്താകെ മാറ്റമില്ലാത്ത ഒരു 2 സാധനമുള്ളൂ. ഖുർആൻ പറഞ്ഞു ലാ തബ്ദീല ലികലിമാത്തില്ല, അള്ളാഹുവിന്റെ വചനത്തിന് മാറ്റമില്ല, മുസ്ലിയാരുടെ ശമ്പളത്തിന് മാറ്റമില്ല. ഇവിടെ ഒഴിച്ച് ഇവിടെ മാറിയുന്ന സലാഹുദ്ദീൻ മൗലവി ഇവിടുത്തെ കമ്മിറ്റിക്കാർ നല്ല കമ്മിറ്റിക്കാരാണ്, നല്ല രീതിയിൽ ശമ്പളമൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് കമ്മിറ്റിക്കാരെ കുറിച്ച് അതായത് നല്ല അഭിപ്രായമാണ് ഇമാമിന്. അള്ളാഹു നിലനിർത്തി തരട്ടെ, ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു അതിനുള്ള എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നൽകിയിരിക്കുകയാണ്. ഏതായാലും സഹോദരങ്ങളെ, അവസാനം നമ്മൾ വീട്ടിൽ പോയി നമ്മുടെ ഭാര്യയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് നമുക്കറിയാം. പിറ്റേ പ്രാവശ്യം ഏതായാലും റമളാൻ കഴിഞ്ഞ് പെരുന്നാളൊക്കെ ആയി. ഒരു ഇമാമിന് ഏറ്റവും കൂടുതലൊക്കെ ശമ്പളമൊക്കെ മാറ്റി പെരുന്നാളിന് കുറച്ച് കൈമുടക്ക് കിട്ടും. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉസ്താദിനെ ഒന്നൊന്ന് കെട്ടിപ്പിടിച്ച് വാരിയിൽ പൊടിഞ്ഞു പോവും. എന്തേലും വൈരാഗ്യം ഉണ്ടെ തീർക്കണം അവിടെ. ഇനി കെട്ടിപ്പിടിക്കണതിന്റെ ഇടയിൽ ഉസ്താദിനോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ട്, കെട്ടിപ്പിടിക്കണതിന്റെ ഇടയിൽ കഴുത്തിപ്പിടുത്തൊരു ഞെക്കും കൂടെ കൊടുക്കും, അറിയൂലല്ലോ ഇതിന്റെ ഇടയിൽ. അപ്പൊ ആ സമയത്ത് കൈമുടക്കൊക്കെ കൊടുക്കും. ഉസ്താദിനൊരു അല്പം പൈസയും മറ്റു കാര്യങ്ങളൊക്കെ. ഒരു ഇമാമിന്റെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു പള്ളി ജീവനക്കാരന്റെ വീട്ടിൽ എന്തെങ്കിലും കാര്യം നടക്കുന്ന റമളാൻ ശേഷമാണ്. വീട് ഷീറ്റാണ്, അത് മാറ്റി ഒന്ന് വാർക്കണം, ഇൻഷാ അല്ലാഹ് റമളാൻ കഴിയട്ടെ എന്നേ പറയും. ഒരു കാരണം അദ്ദേഹം ഇപ്പൊ ഒരു തൊഴിലാളിക്ക് അയാൾ എന്തെങ്കിലും ചെയ്യുന്ന ഓണത്തിന് ബോണസ് കിട്ടുമ്പോഴാണ്. ബോണസ് കിട്ടട്ടെ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ മോള് ഒരു 5 വയസ്സായ മോളുണ്ട്, ഒരു ചെറിയ സ്വർണ്ണക്കടുക്കം മേടിച്ചിടുന്നു, ഇൻഷാ അല്ലാഹ് റമളാൻ കഴിയട്ടെ. കാരണം ആ സമയത്താണ് ശമ്പളം കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടുന്നത്, വീട്ടിലെ ഒരു കാര്യം നടക്കുന്നത്. അപ്പൊ അന്ന് കൊണ്ടുവന്ന് മുസാവത്തൊക്കെ ചെയ്ത് നോക്കിയപ്പോ കുറെയൊക്കെ കൊള്ളാം. ചില ബിരുദന്മാരുണ്ട് അന്ന് കൊടുക്കൂല. അവരെന്തെന്നറിയോ, 100 രൂപയുടെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കും. ഫോട്ടോ സ്റ്റാറ്റ് തൊട്ട് ഉസ്താദിനും കൊടുക്കും, 100 രൂപ പോക്കറ്റിലും വെക്കും. അങ്ങനെ ചില ആളുകളുണ്ട്. അപ്പോ അതൊക്കെ എണ്ണിക്കഴിഞ്ഞ് കിട്ടിയത് പെരുന്നാൾ കഴിഞ്ഞപ്പോ പോയ വഴിക്ക് പോത്തങ്കോട് ഇറങ്ങി. അന്ന് ഭാര്യ നോക്കി ആ ചുരിദാറോ ഒരു നെക്ലേസോ വാങ്ങിച്ച് കയ്യിൽ വെച്ച് അങ്ങ് വീട്ടിൽ ചെന്ന് വിളിക്കണം, സുബൈദ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കൈയൊന്ന് നീട്ടി ബിസ്മില്ലാഹ് തുറന്നു നോക്കുമ്പോ അന്ന് താൻ കണ്ടിട്ട് പറയാതെ മനസ്സിൽ വെച്ചിരുന്ന ആ നെക്ലസ്, അത് കാണുമ്പോ ഉള്ള സന്തോഷം എന്തായിരിക്കും? അതൊന്ന് കാണുമ്പോ, അത് കയ്യിൽ കിട്ടുമ്പോ, പറയാതെ ഒരു സാധനം കയ്യിൽ കിട്ടുമ്പോ അതുകൊണ്ടുള്ള ആ സന്തോഷം എന്തായിരിക്കും? ആ സ്നേഹം എന്തായിരിക്കും? തനിക്ക് ഇത്രയും ഉള്ളപ്പോഴും ഭാര്യയുടെ ആ സ്നേഹം, ആഗ്രഹം അറിഞ്ഞ് ചെയ്തു കൊടുത്ത ഭർത്താവിന്റെ സ്നേഹം, അവര് തമ്മിലുള്ള സ്നേഹബന്ധം എത്ര നന്നായിരിക്കും? അള്ളാന്റെ റസൂലും അള്ളാഹും തമ്മിലുള്ള കൂട്ടുബന്ധം ഇതാണ്. അള്ളാനെ കൂട്ടുകാരനാക്കണമെന്ന് ഇത് തന്നെയാണ്. ഒരു കൂട്ടുകാരുടെ ഇടയിൽ എന്തൊക്കെ ഉണ്ടാകുമോ അതൊക്കെ അള്ളാഹും അള്ളാന്റെ റസൂലും തമ്മിൽ ഉണ്ടായി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കി അള്ളാനെ കൂട്ടുകാരനാക്കാൻ വലിയ എളുപ്പമാണ്. അള്ളാഹു അങ്ങനെയാണ്. പ്രവാചകൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞേക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ ആഗ്രഹം എന്താ? കഅബാലയം കിബിലയാക്കണം. റസൂലുള്ള ചോദിക്കുന്നതിന് മുമ്പ് അള്ളാഹ് പറഞ്ഞു, ആക്കിക്കോ നബി. ഇനി എന്തിനാ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വെച്ചിരിക്കുന്നത്? അള്ളാന്റെ റസൂലിന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെന്ന് അള്ളാഹ്ക്ക് അറിഞ്ഞാൽ മതി, അപ്പോ തന്നെ അള്ളാഹ് സാധിപ്പിച്ചു കൊടുക്കും. ഇബ്രാഹിം നബിയുടെ അത്രയും സ്നേഹം അള്ളാഹ്ക്ക് ഉണ്ടാ. ഇബ്രാഹിം നബിയെ വിളിച്ചിരിക്കുന്നത് ഖലീൽ എന്നാണ്. ഖലീലിന്റെ അർത്ഥം കൂട്ടുകാരൻ. റസൂലുള്ളാഹിയുടെ പേരെന്താ? ഹബീബ്. ഹബീബിന്റെ അർത്ഥം കൂട്ടുകാരൻ. പക്ഷെ ഈ രണ്ടുപേരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇബ്രാഹിം നബി അള്ളാഹിനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അള്ളാഹ് കൊടുക്കും. ഖുർആൻ واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. ഇബ്രാഹിം നബി അള്ളാഹിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അവസാനം വരെ എന്നെ കുറിച്ച് എല്ലാവരും നല്ലതെന്ന് പറയിപ്പിക്കണേ അല്ലാഹുവേ. ഇബ്രാഹിം നബി ഇത് ചോദിച്ചപ്പോൾ അള്ളാഹ് കൊടുത്തത്. റസൂലുള്ളാഹിക്ക് അങ്ങനെയല്ല, ചോദിക്കുന്നതിന് മുമ്പേ അള്ളാഹ് കൊടുത്തു. വറഫഅനാ ലക ദിക്റക, ഓ നബിയേ അവസാനം വരെ അങ്ങയുടെ സ്മരണയെ ഞാൻ ഉയർത്തി തന്നിരിക്കുന്നു നബിയേ. ഇബ്രാഹിം നബി അള്ളാഹിനോട് ചോദിച്ചിട്ടാണ് കൊടുത്തത്. വജഅൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം, അല്ലാഹുവേ നാളെ നീ എനിക്ക് ജന്നാത്തുൻ നഈം നൽകണേ അല്ലാഹ്. ഇബ്രാഹിം നബി ദുആ ചെയ്തപ്പോഴാണ് അല്ലാഹ് കൊടുത്തത്. പക്ഷേ റസൂലുള്ളാഹിയോട് അങ്ങനെയല്ല, ചോദിക്കുന്നതിന് മുമ്പേ അല്ലാഹ് പറഞ്ഞു, നബിയേ ഇന്നാ അഅതൈനാകൽ കൗസർ, അങ്ങേക്ക് ഞാൻ കൗസർ എന്ന സ്വർഗീയ നദി തന്നിരിക്കുന്നു നബിയേ.
ഇതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഇബ്രാഹിം നബി ചോദിച്ചാൽ കൊടുക്കും, അള്ളാഹു റസൂൽ ചോദിക്കണ്ട, ചോദിക്കുന്നതിന് മുൻപേ അള്ളാഹു അങ്ങനെ കൊടുക്കും. ഇങ്ങനെ കൊടുത്തിരുന്ന റസൂലുള്ളാഹിയുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് അറിഞ്ഞു കൊടുത്തിരുന്ന അള്ളാഹു. ഇവര് തമ്മിൽ ഇത്രത്തോളം നല്ല സ്നേഹമായിരുന്നു. പക്ഷേ ഈ രണ്ടു കൂട്ടുകാരും തമ്മിൽ ഒരു ദിവസം പിണങ്ങി. അള്ളാഹും അള്ളാഹിന്റെ റസൂലും തമ്മിൽ ഒരു ദിവസം പിണങ്ങി. കൂട്ടുകാരാകുമ്പോ പിണങ്ങൂലോ? കൂട്ടുകാരാകുമ്പോ ചിലപ്പോ കൂട്ടുകാർ തമ്മിൽ പിണങ്ങൂലേ? പിണങ്ങും. എന്താ കാര്യം? അവന് പ്രധാനപ്പെട്ട കാര്യം വന്നപ്പോ എന്നെ വിളിച്ചില്ല. അല്ലെ അവന്റെ കല്യാണമായി. അവന്റെ കല്യാണമാകുമ്പോ എന്നോട് പറയേണ്ടതല്ലേ? ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് വലിയ ബന്ധമല്ലായിരുന്നു. 4 മണിക്ക് കോളേജിന്റെ ഫ്രണ്ടിൽ പോയി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ. കല്യാണമായപ്പോ അവൻ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഒരു പ്രധാനപ്പെട്ട സംഭവം എത്തുമ്പോൾ എന്നെ ഓർത്തില്ലാല്ലേ, എന്നെ വിളിച്ചില്ല. കൂട്ടുകാർ തമ്മിൽ പിണങ്ങും. അള്ളാഹും അള്ളാഹിന്റെ പ്രവാചകനും തമ്മിൽ പിണങ്ങി. 2 കൂട്ടുകാരും തമ്മിൽ പിണങ്ങി. പിണക്കം എത്ര ദിവസം നിന്നു? ഞാൻ പറയണ കാര്യങ്ങൾ അറിയാം. പക്ഷെ അള്ളാഹിനെ കൂട്ടുകാരനാക്കണമെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ കുറെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. എന്റെ സഹോദരങ്ങളുടെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. ബാക്കി ഓരോന്നോരോന്ന് ബാക്കി 5 കൂട്ടുകാരെയും ഞാൻ പറഞ്ഞുതരാം. 5 അല്ല, കുറെ ഉണ്ട്. അള്ളാഹും അള്ളാഹിന്റെ റസൂൽ 2 കൂട്ടുകാരും തമ്മിൽ പിണങ്ങി. ആ പിണക്ക് എത്ര ദിവസം നീണ്ടു വന്നു? എത്ര ദിവസം നീണ്ടു? നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ പിണങ്ങി എത്ര ദിവസം നീണ്ടു പറയും? 3 ദിവസം. 3 ദിവസമേ പാടുള്ളൂ എന്നാണ് മുഅ്മിനീങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും നല്ല കൂട്ടുകാർ ഭാര്യയും ഭർത്താവുമാണല്ലോ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി എത്ര ദിവസം ഉണ്ടായിരിക്കുക? 1 ദിവസം. 24 മണിക്കൂറിനുള്ളിൽ മിണ്ടിയിരിക്കണം. ഇല്ലെങ്കിൽ പ്രശ്നം വളരെ ഗുരുതരമാണ്. ഭാര്യയും ഭർത്താവും 2 സത്യവിശ്വാസികൾ തമ്മിൽ പിണങ്ങിയാൽ 3 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിരിക്കാൻ പാടില്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ 1 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവും തമ്മിൽ പിണങ്ങി. ആ പിണക്കം നീണ്ടുപോയി. അവസാനം അവര് മിണ്ടി. ആദ്യം ആരാ മിണ്ടിയത്? റസൂലുള്ള മിണ്ടി? അള്ള മിണ്ടിയോ? റസൂലുള്ള മിണ്ടി. തിരുത്തി. എന്താ കാര്യം? അള്ളാഹു ആണ് പിണങ്ങിയത്. പിണങ്ങാൻ കാരണമൊന്നുമില്ല. അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു വിഭാഗം ആളുകൾ വന്നു. റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയെ, അസ്ഹാബുൽ കഹ്ഫ് എത്ര പേരാണ്? ഇന്നലെ ഞാൻ പറഞ്ഞ ഗുഹയിൽ പോയി ഒളിച്ചിരുന്ന ഗുഹാവാസികൾ എത്ര പേരാ? 7 പേരാണോ 9 പേരാണോ 11 പേരാണോ? അള്ളാഹിന്റെ റസൂലിനോട് വന്നിട്ട് നസ്രാണികൾ ചോദിച്ചു. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പറയാം, ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നു. റസൂലുള്ള എന്ത് പറഞ്ഞില്ല? ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. റസൂലുള്ളാഹിനോട് ചോദിച്ചു, അസ്ഹാബുൽ കഹ്ഫ് എത്ര പേരാ? റസൂലുള്ള പറഞ്ഞു, നാളെ പറയാം, ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചാൽ പറയാം എന്ന് കൂട്ടുകാരന്റെ പേര് പറയാൻ മറന്നുപോയി. അല്ലാഹ് പിണങ്ങി. ഖുർആൻ. അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹു തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലേൽക്കുകയാണ്. അവര് തമ്മിലുള്ള കൂട്ടുബന്ധം അവസാനിക്കുകയാണ്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, നാളെ പറയാമെന്ന് പറഞ്ഞപ്പോ ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയി. അള്ളാഹിന്റെ നാമം പറയാൻ മറന്നുപോയി. സഹോദരങ്ങളെ, ആ സംഭവം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അള്ളാഹുവിൽ നിന്ന് ദൂത് വരുന്നില്ല, ജിബ്രീൽ വരുന്നില്ല, ഖുർആനിന്റെ ആയത്തിറങ്ങുന്നില്ല. അള്ളാഹിന്റെ റസൂലിന് മനസ്സിലായി താൻ ഇൻഷാ അല്ലാഹ് പറയാത്ത പ്രത്യാഖ്യാതമാ. ദിവസം 1 കടന്നു, 2 കടന്നു, 3 കടന്നു. 3 ദിവസം കഴിഞ്ഞിട്ടും അള്ളാഹു മിണ്ടിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കും, ജിബ്രീൽ വരുന്നുണ്ടോ? ജിബ്രീൽ വരുന്നില്ല. ജിബ്രീൽ കടന്നു വരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹു തമ്മിലുള്ള ബന്ധമല്ലേ, ഒരിക്കലും അവസാനിക്കാത്ത ബന്ധമല്ലേ. എന്നും ജിബ്രീൽ കടന്നു വന്ന് ബന്ധം പുതുക്കിയതല്ലേ. 1 ആഴ്ച കടന്നു, 2 ആഴ്ച കടന്നു, അള്ളാഹുവിന്റെ പിണക്കം മാറിയിട്ടില്ല. നിങ്ങളതൊരു നല്ല രീതിയിൽ മനസ്സിലാക്കുമെന്ന് കരുതുകയാണ്. ആത്മാർത്ഥമായി സ്നേഹിച്ച 2 കൂട്ടുകാരുടെ ഇടയിൽ ബന്ധമങ്ങ് തകർന്നു പോയപ്പോ, സഹോദരങ്ങളെ, മാസം 1 കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന് വഹി വരുന്നില്ല, ജിബ്രീൽ കടന്നു വരുന്നില്ല. അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ഇടയിലുള്ള സ്നേഹത്തിന്റെ ദൂതനല്ലയോ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നില്ല. എന്നും രാവിലെയും വൈകുന്നേരവും പ്രവാചകൻ നോക്കുന്ന ആകാശത്ത് പ്രത്യക്ഷമാകുന്നവോ, കസൽസലത്തിൽ ജറസി മണിനാദം മുടങ്ങുന്നവോ, ജിബ്രീൽ കടന്നു വരുന്നവോ. നാട്ടിൽ മുഴുവനും പാട്ടായി അല്ലാഹു റസൂലുള്ളാഹിനെ കൈവിട്ട് കളഞ്ഞു. അബൂജഹലും മുനാഫിഖീങ്ങളും പറയാൻ തുടങ്ങി, മുഹമ്മദിന്റെ അല്ലാഹു മുഹമ്മദിനെ കൈവിട്ടിരിക്കുകയാണ്. 1 മാസമായിട്ട് വഹി വരുന്നില്ല. 1
മാസമായിട്ട് ജിബ്രീൽ വരുന്നില്ല. അള്ളാഹു കൈവിട്ടിരിക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ മനസ്സ് നൊന്തുപോയി. അള്ളാന്റെ റസൂലിന്റെ മനസ്സ് കിടങ്ങിപ്പോയി. അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹുവേ, നീ എന്നോട് പിണങ്ങിയോ അല്ലാ, എന്നോടുള്ള ബന്ധം നീ മുറിച്ചു കളഞ്ഞോ അല്ലാ. എത്രയോ ദിവസങ്ങളായി സഹോദരങ്ങളെ, ഒരാഴ്ചയല്ല, രണ്ടാഴ്ചയല്ല, ഒരു മാസമല്ല, 40 ദിവസം അല്ലാഹുവിന്റെ റസൂലും അല്ലാഹു തമ്മിൽ ബന്ധമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. അല്ലാഹുവും അല്ലാഹുവിന്റെ പ്രവാചകനും തമ്മിലുള്ള മാനസിക ബന്ധത്തെ കുറിച്ച് പറഞ്ഞ 21ാം നൂറ്റാണ്ടിന്റെ എന്റെ ചെറുപ്പക്കാർക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. അന്തരിച്ചു പോയ മൈക്കിൾ ജാക്സന്റെ വൃത്തികെട്ട മുഖവും ടീഷർട്ടിന്റെ മുമ്പിൽ പതിച്ചു വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ആരാധനാമൂർത്തികളെ കൂട്ടുകാരാക്കി മാറ്റുന്ന ബോളിവുഡിന്റെയും ഹോളിവുഡിന്റെയും സിനിമാ താരങ്ങളുടെ സാക്ഷാൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അടക്കമുള്ള ഫോട്ടോകൾ കടപ്പറയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. കാവ്യാമാധവനെയും നവ്യ നായരും മീരാജാസ്മിനും ഒക്കെ കടപ്പറയിൽ കൂടുതൽ മോഡലാകുന്ന, അവരെ പോലെ ആകാൻ വസ്ത്രധാരണം മാറ്റിക്കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് അല്ലാഹുവും അവന്റെ പ്രവാചകനും തമ്മിലുള്ള മാനസിക ബന്ധത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. 40 ദിവസം പൂർത്തിയായി. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. അല്ലാഹുവേ, 40 ദിവസം കഴിഞ്ഞിട്ട് ജിബ്രീൽ വരുന്നില്ലല്ലോ, വഹി വരുന്നില്ലല്ലോ. അല്ലാഹുവേ, നീ എന്നെ കൈവിട്ടോ അല്ലാ. ഈ മക്കാ മരുഭൂമിയിൽ ആയിരക്കണക്കിന് എതിരാളികൾ എന്റെ രക്തം കുടിക്കാൻ നിൽക്കുമ്പോ, എന്റെ തല കൊയ്യാൻ നിൽക്കുമ്പോ, നീയും എന്നെ കൈവിട്ടോ അല്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. 40 ദിവസം പൂർത്തിയായി. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞപ്പോ തന്റെ കൂട്ടുകാരന്റെ കവിൾത്തടങ്ങളുടെ ഓരങ്ങളിൽ എവിടെയോ കണ്ണുനീർത്തുള്ളി അടന്നു വീണപ്പോ അല്ലാഹുക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. 40 ദിവസമായിട്ട് വരാത്ത മാലാഖ വരുന്നു. ഓ നബിയേ, കരയണ്ട നബിയേ. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതറലാ. വല്ലുഹാ വല്ലുഹാ, മധ്യാഹ്ന സമയത്ത് തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, ഇരുൾമുട്ടിയ രാത്രിയെ തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, മാ വദ്ദഅക റബ്ബുക, അങ്ങയുടെ അല്ലാഹു അങ്ങയോട് പിണങ്ങിയിട്ടില്ല നബിയേ. വമാ ഖലാ, അങ്ങേ ഞാൻ കൈവിട്ടില്ല നബിയേ. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആരാ പറയുന്നത്? ആകാശത്തിന്റെ തമ്പുരാൻ, ചന്ദ്രന്റെ തമ്പുരാൻ, സൂര്യന്റെ തമ്പുരാൻ, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തെ മുഴുവനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോറ്റുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യ ജന്മത്തോട് പറയുകയാണ്, മാ വദ്ദഅക റബ്ബുക, അങ്ങയുടെ അല്ലാഹു അങ്ങയോട് പിണങ്ങിയിട്ടില്ല നബിയേ. വമാ ഖലാ, അങ്ങയെ കൈവിട്ടിട്ടില്ല നബിയേ. നാളെ നമ്മുടെ കണ്ണുനീര് വരുമ്പോ അല്ലാഹു പറയണം, എടാ നിന്നെ ഞാൻ കൈവിട്ടിട്ടില്ലടാ, നിന്നോട് ഞാൻ പിണങ്ങിയിട്ടില്ലടാ. അല്ലാഹു നമ്മളോട് പിണങ്ങാതിരിക്കട്ടെ, അല്ലാഹു നമ്മെ കൈവിടാതിരിക്കട്ടെ. അല്ല എങ്ങാനും നമ്മളെ കൈവിട്ടു പോയാ, ഓ ചെറുപ്പക്കാരാ, അല്ല എങ്ങാനും നമ്മളോടൊന്ന് കൂട്ടുകെട്ടിയാ, അല്ല എങ്ങാനും ഒന്ന് പിണങ്ങി മാറി നിന്നാ, പിന്നെ ഈ ലോകത്ത് ആര് നിന്റെ കൂടെ ഉണ്ടായിട്ട് കാര്യമെന്താ? ആരൊക്കെ നിന്റെ കൈ പിടിച്ചിട്ട് കാര്യമെന്താ? ആരൊക്കെ നിന്നെ സഹായിക്കാമെന്നിട്ട് കാര്യമെന്താ? ആര് നിന്നെ സഹായിക്കാമെന്നാലും ഇന്നറാദനി അല്ലാഹു ബിദുർരിൻ അൽഹുന്ന കാസിബാതു ദുർരിഹി അവറാദനി ബിറഹ്മത്തിൻ അൽഹുന്ന മുംസികാതു റഹ്മതി. അല്ലാഹു വിചാരിച്ചാലല്ലാതെ നിന്നെ ഒരാൾക്ക്
നിനക്ക് സഹായിക്കാൻ കഴിയില്ല. അള്ളാഹു വിചാരിച്ചാലല്ലാതെ നിനക്കൊരു ആപത്ത് വരുത്താൻ മറ്റൊരാൾക്ക് കഴിയില്ല. അള്ളാഹ് എങ്ങാനും കൈവിട്ടു പോയാൽ, അതുകൊണ്ട് ഇന്നത്തെ രാത്രി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുകയാ, അള്ളാഹു നമ്മളെ കൈവിടരുത്, അള്ളാഹു നമ്മളോട് കൂട്ടുവെട്ടരുത്, അള്ളാഹു നമ്മളോട് പിണങ്ങരുത്. അള്ളാഹു അള്ളാന്റെ റസൂലിനോട് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടോ? എത്രയോ പ്രാവശ്യം നമ്മൾ ഓതുന്ന സൂറത്താണിത്. ഇതിന്റെ അർത്ഥം നമുക്ക് ഇതേവരെക്കറിയുമോ? അള്ളാഹു ചോദിക്കുന്ന നബി അങ്ങ് എന്താ വിചാരിച്ചത്? ഞാനങ്ങനെ കൈവിടുമോ നബിയേ? അലം യജിദ്ക യതീമൻ ഫആവാ. അങ്ങ് വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ യതീമായിട്ട് ജനിച്ചതല്ല നബിയേ. വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ മക്കാ മരുഭൂമിയിലൂടെ ആരും കൈപിടിക്കാനില്ലാതെ നടന്നപ്പോ ഫആവാ, അങ്ങയുടെ കൈപിടിച്ചത് ഞാനല്ല നബിയേ. ഇതാണ് അള്ളയുമായിട്ടുള്ള ബന്ധം, ഇതാണ് റബ്ബുമായിട്ടുള്ള ബന്ധം. അങ്ങയെ ഞാനല്ല നബിയേ. വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒരാൾ പോലും കൈപിടിക്കാനില്ലാത്തപ്പോ ഫആവാ, ഓ നബിയേ ഞാനല്ലേ അങ്ങേക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തിനാ ഞാനങ്ങയോട് പിണങ്ങുന്നത്? എന്തിനാ ഞാനങ്ങയോട് കൈവിടുന്നത്? എന്തിനാ? അതുകൊണ്ട് സഹോദരങ്ങളെ, കൈപിടിക്കാൻ ആരുമില്ലാതെ നടക്കുമ്പോ ഓ സമയത്തെങ്ങാനും അള്ളാഹു നമ്മുടെ കൈപിടിച്ചാൽ, അള്ളാഹും പ്രവാചകനുമായിട്ടുള്ള പിണക്കം തീർന്നു. ആ പിണക്കം തീർന്നപ്പോൾ റസൂലുള്ളാഹിക്ക് സമാധാനമായി. പക്ഷേ അള്ളാന്റെ റസൂല് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ആരെയാണോ നമ്മൾ മനസ്സിന് സ്നേഹിക്കുന്നത് ആ മനുഷ്യനെ ഒന്ന് കാണാൻ നമുക്ക് ആഗ്രഹമില്ലേ? ഓ പ്രേമബാധനത്തിനെ കാണാൻ നമുക്ക് കൊതിയില്ലേ? അള്ളാന്റെ റസൂല് സ്നേഹിക്കുന്നതാരെയാ? റബ്ബിനെയല്ലേ. മനസ്സിൽ മുഴുവനും അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയല്ലേ? ഓ പ്രേമബാധനത്തിനെ കാണാൻ ഒരാഗ്രഹമില്ലേ? അള്ളാഹ് ചോദിച്ച് നബിയെ എന്നെ കാണാൻ ആഗ്രഹമുണ്ടോ? പ്രേമബാധനത്തിനെ കാണാൻ, സ്നേഹിക്കുന്നവനെ കാണാൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മുസ്ലിം ബന്ധങ്ങളെ, നീ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്ന ഒരാളെ കാണാൻ എത്രയോ പാടുപെടാറുണ്ട്. വഴിവെക്കിൽ പോയി നോക്കി നിൽക്കാറില്ലേ? ഫോട്ടോ വാങ്ങിച്ച് കണ്ടുകൊണ്ടിരിക്കാറില്ലേ? മൊബൈലിൽ സ്റ്റോർ ചെയ്തിട്ട് രാത്രിക്ക് രാമായണം എടുത്ത് നോക്കാറില്ലേ? നിങ്ങൾക്ക് ഈ സ്നേഹബന്ധം അറിയുമോ? അള്ളാഹു ചോദിച്ചു നബിയെ വരുന്നുണ്ടോ എന്നെ കാണാൻ? എന്നെ കാണാൻ അങ്ങേക്ക് ആഗ്രഹമുണ്ടോ നബിയെ? അതെ അള്ളാഹു, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്റെ മനസ്സിൽ നീയാണ്, എന്റെ ഹൃദയത്തിൽ നീയാണ്, എന്റെ ചിന്ത നീയാണ്, എന്റെ അടക്കം നീയാണ്, എന്റെ അനക്കം നീയാണ്. എനിക്കൊന്ന് കാണണമല്ല. ആ ലോകത്തിലെ വരെ കണ്ടിട്ടില്ലാത്ത രണ്ട് സ്നേഹവാദനങ്ങളെ തമ്മിൽ കാണാൻ ആഗ്രഹിച്ചു. അങ്ങനെ സ്നേഹിതനെ കാണാൻ കൂട്ടുകാരൻ പോയ യാത്രയാണ് മിഅ്റാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, മിഅ്റാജ് എന്ന് പറഞ്ഞാൽ രാത്രി നടന്ന വെറും യാത്രയല്ല, രണ്ട് കൂട്ടുകാർ തമ്മിൽ കാണാനുള്ള കൂട്ടുമുട്ടലാണ്. അള്ളാഹു പറയുകയാണ്, നബിയെ കാണണോ? നബിയെ കാണണമല്ല. എന്നാൽ വന്നോ നബിയെ? ജിബ്രീലിനെ വിളിച്ചു. ലോകത്തിലെ ഏറ്റവും മുന്തിയ വാഹനം കൊടുത്തു വിട്ടു. ബുറാഖ് കടന്നു വരികയാണ്, ബുറാഖ് കടന്നു വരികയാണ്. ഉമ്മാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുന്ന പ്രവാചകനെ വിളിക്കുന്നു, കയറി നബിയെ, കയറുക, കയറുക. ഇതേവരെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരനെ കാണാൻ കൂട്ടുകാരൻ പോയ യാത്രയാണ് മിഅ്റാജ്. കാണണം. എത്ര നമുക്ക് മനസ്സിൽ വലിയ സ്നേഹമുണ്ട്, പക്ഷെ ഇതേവരെ കണ്ടിട്ടില്ല. നമുക്ക് കാണാൻ വലിയ ആഗ്രഹമല്ലേ? ഈ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം സഹോദരങ്ങളെ. അതിന് എന്ത് ചെയ്യണം? ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മനസ്സിലൊരാഗ്രഹമില്ലേ? മനസ്സിലൊരാഗ്രഹമില്ലേ? ഉണ്ടോ ഇല്ലയോ? പിന്നെ ഞാൻ ഈ തൊണ്ട പൊളിച്ച് പറയണ എന്തിനാ? ഒരു ആഗ്രഹം വേണ്ടേ? അള്ളാഹുവായിട്ട് ബന്ധപ്പെടാൻ ഒരു കാര്യവുമില്ല, വളരെ നിസ്സാരമാണ്. എന്റെ സഹോദരങ്ങളെ, ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? സ്വന്തം ഭാര്യയുടെ പരാതി തീർക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റൂല. സ്വന്തം ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ഇനി എന്തൊക്കെ ചെയ്താലും റസൂലുള്ള പറഞ്ഞു, പെണ്ണിന്റെ സ്വഭാവം അവൾ പറയും റഅയ്തു മിൻക ഖൈറൻ ഖത്തു. എന്തൊക്കെ ചെയ്താലും പറയും ഇയാൾ ജനിച്ചിട്ട് ഇതേവരെ എനിക്കൊരു നല്ല കാര്യം ചെയ്തിട്ടില്ല. റസൂലുള്ള പറഞ്ഞ അനുഭവസ്ഥരല്ലേ? റസൂലുള്ള പറഞ്ഞ പെണ്ണിന്റെ സ്വഭാവം എന്താ? മരിക്കുന്നത് വരെ അവക്ക് ചുണ്ടിൽ കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലും മരിക്കാൻ നേരത്ത് പറയും റഅയ്തു മിൻക ഖൈറൻ ഖത്തു. റസൂലുള്ള പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല, ഇവിടത്തെ പെണ്ണുങ്ങളല്ല, വേറെ രണ്ടു ദിവസം കൂടെ വാള് പറയണ്ടേ? നിങ്ങളെ കുറിച്ചല്ല ഈ പറയണത്, വേറെ രണ്ടു ആളുകൾ. അപ്പൊ റസൂലുള്ള പറഞ്ഞ അപ്പോഴും പെണ്ണ് പറയും റഅയ്തു മിൻക ഖൈറൻ ഖത്തു. നിങ്ങൾ എന്നെ കെട്ടിയതിന് ശേഷം ഇതേ ഒരു നല്ല കാര്യം ചെയ്തു തന്നിട്ടില്ല.
ഭാര്യയുടെ പരാതി തീർക്കാൻ പറ്റുമോ? ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? എന്ത് ചെയ്താലും അത് പെണ്ണിന്റെ ഒരു സ്വഭാവമാണ്. ഞാൻ എന്റെ ഭാര്യയോട് നിങ്ങൾക്ക് പരാതി തീരാത്തത്. അപ്പൊ അവളെന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞേക്കല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞ. നിങ്ങളുടെ വീട്ടുകാരെ സലാഹുദ്ദീൻ മൗലവിയുടെ ഭാര്യ എന്റെ ഭാര്യ വലിയ അടുത്ത കൂട്ടുകാർ, അവരെപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്യും. ഇത് വീട്ടിൽ ചെന്ന് പറയല്ലേ. അപ്പോ അവളെന്നോട് പറഞ്ഞ മറുപടി, നിങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു. അപ്പൊ അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഭാര്യയ്ക്ക് ഒരു പരിവം ഉണ്ടാവും. എന്നാ നിന്റെ പരിവം തരാം, നമുക്ക് ഹജ്ജിന് പോവാം എന്ന് പറഞ്ഞ ഹജ്ജിന് കൊണ്ടായാൽ പറയും, നിങ്ങളെ ഒരു പ്രാവശ്യമല്ലേ കൊണ്ടുപോയുള്ളൂ. അപ്പൊ എന്ത് ചെയ്താലും ഇനിയിപ്പോ അവസാനം വരെ കൊണ്ടായാലും അവള് പറയും, നമ്മൾ അതല്ലേ ചെയ്തുള്ളൂ എന്ന് പറയും. ഇത് ഭാര്യയുടെ സ്വഭാവമാണ്. മക്കൾക്ക് എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? വാപ്പ ഇതൊക്കെ ഉണ്ടായിട്ട് എനിക്ക് തന്നത് 10 സെന്റ്. ഇതൊക്കെ ഉണ്ടായിട്ടും വാപ്പ എനിക്ക് തന്ന എത്രയാ? 10 സെന്റ്. എന്റെ പൊന്നു സഹോദരിമാരെ, കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? മക്കൾക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ എന്റെ ചെറുപ്പക്കാരോട്, എന്റെ സഹോദരങ്ങളോട് ഒരു അള്ളാഹുവായിട്ടുള്ള സ്നേഹബന്ധം എന്താ? ഞാനിത് പറയുന്ന ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. നമ്മൾ മക്കൾക്ക് കൊടുത്താലോ, ഇപ്പൊ ഒരു ഉമ്മ ആ ഉമ്മ മക്കൾക്ക് ഉണ്ടായിരുന്ന സ്വർണ്ണം മുഴുവനും മക്കൾക്ക് കൊടുത്തു, പെമ്മക്കൾക്ക് കൊടുത്തു. അവസാനം ഉമ്മ എന്ത് ചെയ്തു? ഒരു കടുക്കലെടുത്തല്ല. അതും കൂടെ അവർക്ക് തന്നൂടെ? കളവിട്ടുണ്ടോ? എന്തൊക്കെ കൊടുത്ത് അവസാനം ഒരു അലിക്കത്തുണ്ട്. ഉമ്മാടെ ചെവിയിൽ ഒരു അലിക്കത്തുണ്ടല്ലോ, വലിയ ഭാരമുള്ള ഒരു അലിക്കത്ത്. അതിങ്ങനെ തൂങ്ങി ആ കാതിലൂടെ ഒരു വട്ടം ഉണ്ടായിട്ട് ഒരു സൈക്കിൾ ടയറിന്റെ വലിപ്പം ഉണ്ടാവും. എന്നാലും ഇത് പള്ളിക്കൂരി കൊടുക്കൂല, പിന്നെ അത് ഇട്ട് തൂക്കിക്കൊണ്ടാണ്. അവർ അലിക്കത്ത് ഇങ്ങനെ കിടക്കണം. അപ്പോഴും അതും കൂടെ അവർക്ക് അങ്ങോട്ട് തന്നു. മാതാപിതാക്കൾക്ക് മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹം എന്ന് പറഞ്ഞാൽ സ്വർണവും പണം ഉണ്ടെങ്കിൽ വലിയ സ്നേഹം, ഇല്ലെങ്കിൽ ഉണ്ടാവൂല. സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ? സ്വർണം, പണം. വാപ്പായോട് മക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാവണപ്പോഴാണ്. വാപ്പ മരിക്കാൻ കിടക്കാണ് സക്കറാത്തിൽ, എല്ലാരും വിളിച്ചത് വാപ്പ മരിക്കാൻ പോകണം. പാഞ്ഞു വരും, എല്ലാവരും ഓടി പാഞ്ഞു വരും. വാപ്പ കട്ടിലി കിടന്നു, വാപ്പ ഐസ്ക്രീം വേണം. സ്നേഹം എപ്പോഴാ? മരിക്കാൻ വേണ്ടി കിടക്കണ വാപ്പായോടും ഉമ്മായോടും മക്കൾക്ക് അപാര സ്നേഹമാണ്. ഏറ്റവും സ്നേഹം കാണിക്കണം എപ്പോഴാ? വാപ്പാക്ക് എന്താഗ്രഹമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ സാധിപ്പിച്ചത്. മരിക്കാൻ സക്കറാത്തിൽ കിടക്കണ വാപ്പയോടും ഉമ്മയോടും മക്കൾ പറഞ്ഞ നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണേലും പറഞ്ഞോളൂ, ഞങ്ങൾ സാധിപ്പിച്ചു തരും. എടാ പക, അയാൾക്ക് ആരോഗ്യമുള്ള സമയത്ത് നീ അതൊന്ന് ചോദിക്കൂല, കാരണം ചെയ്തു കൊടുക്കേണ്ടി വരും. ഇപ്പഴേതായാലും ഇനി ഇവിടെ എഴുന്നേക്കൂലെന്നറിയാം, കാരണം ഇസ്രായേലിന്റെ ഫോട്ടോ സ്റ്റാറ്റ് വരെ കണ്ടു കിടക്കുക. ഇനി എഴുന്നേക്കൂലെന്നറിയാം. അപ്പൊ ആ സമയത്ത് പോയി ചോദിക്കും, വാപ്പാക്ക് വീഗാലാൻഡിൽ പോകണം. എന്ത് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. ആ സമയത്താണ് വാപ്പയോടും മക്കൾക്ക് സ്നേഹം കൂടുതൽ. മക്കൾക്ക് ഇനിയിപ്പോ ഉമ്മായ മരിക്കാൻ കിടക്കണമെങ്കിൽ പെമ്മക്കൾ വന്നിട്ട് ആ തലയുടെ ചോട്ടിലെ പെൺമക്കൾ ഇരിക്കും. കാരണം മരിച്ചിട്ട് വേണം കമ്മല് വലിച്ചു പറിക്കാൻ. നിങ്ങൾ ആർക്ക് എന്ത് വേണേ കൊടുത്തോളി, വാരിക്കോരി കൊടുത്തോളി. ആ നന്ദി നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. മനുഷ്യരുടെ ഇടയിൽ മക്കൾക്ക് കൊടുത്ത് മുഴിപ്പിക്കാൻ പറ്റുമോ? ഭാര്യയ്ക്ക് കൊടുത്ത് പറ്റുമോ? ഇനി മാതാപിതാക്കൾക്ക് മക്കൾ കൊടുത്തു എന്ന് വിചാരിക്കട്ടെ. മാതാപിതാക്കളെ കൊണ്ട് അവൻ എനിക്കെല്ലാം തരുന്നവനാണെന്ന് ഏതെങ്കിലും വാപ്പ ഉമ്മ പറയോ? അവനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വലിയ ആളായി ഡോക്ടറാക്കി ഇപ്പം അവൻ 1-ാം തീയതി വന്നിട്ടൊരു 10 കുലുവ സയ്യിദ് ദുആനി കാജാബീഡി വലിക്കാം. വാപ്പാടെ പരാതി എന്താ? വളർത്തി വലുതാക്കിയിട്ട് അവന് ഭാര്യയും മക്കളും ആയപ്പോ അവർക്ക് കൊടുക്കും, എനിക്കില്ല. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആർക്കൊക്കെ വാരിക്കോരി കൊടുത്താലും ആയുസ് മുഴുവൻ നിങ്ങൾ കൊടുത്താലും അവര് നിങ്ങളോട് തൃപ്തിപ്പെട്ട് പറയില്ല. പക്ഷേ നേരെ മറിച്ച് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. 5 കാര്യം നിങ്ങൾ ചെയ്താൽ മതി, എനിക്ക് നിങ്ങളോട് പരിപൂർണ തൃപ്തിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലോകത്ത് ആരെയും തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റൂല, പക്ഷെ അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. 5 കാര്യം ചെയ്താൽ മതി. ലോകത്ത് ഇത്രയും അനുഗ്രഹമൊക്കെ ചെയ്തു തന്നിട്ട് അള്ളാഹു നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന അത്ര 5 കാര്യം. ഒന്നെന്താ? അള്ളാഹുവിനെയും പ്രവാചകനെയും വിശ്വസിക്കണം. പാടില്ലല്ലോ. 2 24 മണിക്കൂർ തന്നതിൽ നിന്ന് ഒരു അരമണിക്കൂർ ജീവിതത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി 5 വഖത്ത് നിസ്കരിക്കണം. ബുദ്ധിമുട്ടുണ്ടോ? 24 മണിക്കൂറുണ്ട്, 23.5 മണിക്കൂർ നേടുത്തോ. അരമണിക്കൂർ എനിക്ക് വേണ്ടി ഒന്ന് ചെലവഴിക്കണം. ഇത് നേരെ മറിച്ച് നിങ്ങളുടെ ഭാര്യയോടാണെങ്കിൽ നിങ്ങൾക്ക് 24 രൂപ കൊടുത്തു കിട്ടി,
50 പൈസ കൊണ്ടുപോയി ഭാര്യക്ക് കൊടുത്ത് 23.5 നീ എടുത്ത് എന്ത് പറയും ഭാര്യ? നിങ്ങളൊന്ന് പറയും, എന്ത് പറയും ഭാര്യ? അത് മിക്കവാറും 50 പൈസ പിന്നെ എടുക്കാൻ കിംസി പോകേണ്ടി വരും. മൂക്കിലടിച്ചു കേട്ടോ, പിന്നെ കിംസി കൊണ്ടുപോയി കീറണം. ഇനി നിങ്ങൾ നിങ്ങളുടെ വാപ്പാടെ കയ്യിൽ 24 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, 50 പൈസ നിങ്ങൾ വാപ്പാടെ കയ്യിൽ കൊടു, 23.5 നിങ്ങൾ എടുക്കും. വാപ്പ എന്ത് പറയും? തിരിച്ചു മുഖത്തേക്ക് വലിച്ചെറിയും. പക്ഷെ അള്ള പറഞ്ഞു 23.5 നീ എടുത്തു, 50 എനിക്ക് എന്നാ മതി, എനിക്ക് പരിപൂർണ്ണ തൃപ്തിയാ. ആരെ തൃപ്തിപ്പെടുത്താൻ എളുപ്പം? ആരെ തൃപ്തിപ്പെടുത്താൻ എളുപ്പം? അള്ളാനെ. പിന്നെ എന്തേ തൃപ്തിപ്പെടുത്തുന്നില്ല? പിന്നെ എന്തേ തൃപ്തിപ്പെടുത്തുന്നില്ല? ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു ശരി, അവസാനം എന്ത് ചെയ്യണം? 11 മാസം തിന്നോ കുടിച്ചോ, 1 മാസം എനിക്ക് വേണ്ടി നോമ്പനുഷ്ഠിക്കണം, പകലില് മാത്രം. ആ പിള്ളേരെ ഒന്ന് പിടിച്ചിരിക്കുക, ലേലം ചെയ്ത് കൊടുക്കുമ്പോൾ ആവശ്യക്കാരുണ്ട്. ബാക്കി ഭാഗം പറയാം, സമയമുണ്ടല്ലേ? നല്ല സ്നേഹം, കൊള്ളാം. 2 ദിവസം പരമാവധി പിഴിഞ്ഞിട്ട് തന്നെ വിടാന്ന്. ഏതായാലും കഴക്കൂട്ടത്തെ സെക്രട്ടറി വന്ന് ഇരിപ്പുണ്ട്, 5 ദിവസം അവർക്കും കൊടുക്കാം. ശരി, എല്ലാരും കൂടെ ആവട്ടെ. അള്ളാഹു ആരോഗ്യം നിലനിർത്തി തരട്ടെ. ഒരൊറ്റ ആഗ്രഹമുള്ള സഹോദരങ്ങളെ, വെറുതെ എനിക്ക് പാട്ടുപാടി പറഞ്ഞു പോകാനാണ് എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവും. ഇനി മാറ്റം ഉണ്ടായേ പറ്റൂ, അല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. 11 മാസം നീ തിന്നോ കുടിച്ചോ, 1 മാസം അള്ളാഹ്ക്ക് വേണ്ടി പകലിൽ നോമ്പനുഷ്ഠിക്കണം. അതുപോലെ പ്രശ്നമുണ്ടോ? എന്നിട്ട് നോമ്പനുഷ്ഠിക്കാത്തത് എന്താ? നമ്മൾ 11 മാസം ഗൾഫിൽ പോയി കിടന്നു, 1 മാസം ഭാര്യയുടെ അടുത്ത് വന്നു. ഭാര്യ എന്ത് പറയും? 11 മാസം കറങ്ങിയിട്ട് വന്നിരിക്കും. 11 മാസം നമ്മൾ വേറെ എവിടെയും പോയി താമസിച്ചു, 1 മാസം വാപ്പാടെ അടുത്ത് വന്ന് താമസിച്ചു. 11 മാസം കറങ്ങിയിട്ട് 1 മാസം ഒലത്താൻ. മനുഷ്യർക്ക് നിഷ്ഠവല്ല. അള്ള പറഞ്ഞു 11 മാസം നീ രാത്രിയും പകലും തിന്നോ കുടിച്ചോ, 1 മാസം പകലില് സുബഹി മുതൽ മഗ്രിബ് വരെ എനിക്ക് വേണ്ടി ഒരു ഇച്ചിരി പട്ടിണി ഇരിക്കും. പട്ടിണിയൊന്നും നമ്മൾ ഇരിക്കണില്ല, ഇരിക്കണുണ്ട ഉണ്ടോ? ഉച്ചക്ക് തിന്നേണ്ടത് ഇടയത്താഴത്തിന് കൂട്ടി തിന്നു. 1 നേരത്തെ ഭക്ഷണമല്ലേ ഉപേക്ഷിക്കുന്നുള്ളൂ, കാപ്പ് കുടിക്കണം, എല്ലാം കൂടെ എന്ത് ചെയ്യും? റമളാനി നമുക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന് കുറവുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കടയിൽ സാധനം മേടിക്കുന്നവരാണെങ്കിൽ റമളാനിലാണോ കടയിൽ പറ്റു കൂടുതൽ, അതല്ല റമളാൻ അല്ലാത്തപ്പോഴാണ്? നമ്മൾ സാധാരണ റമളാൻ ആയതുകൊണ്ട് ഭയങ്കര ചെലവാ. എന്താ? അല്ലെ, ഭക്ഷണം കൂടി കുറയ്ക്കുന്നൊന്നുമില്ല. നമ്മള് ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നുണ്ട്. 3 നേരം കഴിക്കുന്നവൻ രോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 1 നേരം കഴിക്കുന്നവൻ യോഗി. 3 നേരം കഴിക്കുന്നവൻ ഭോഗി, ആർത്തിയുള്ളവൻ. 2 നേരം കഴിക്കുന്നവൻ രോഗി, 1 നേരം കഴിക്കുന്നവൻ യോഗി, യോഗമുള്ളവൻ. കുറെ നാളും കൂടെ ജീവിക്കാം. അമിതാഹാരമാണല്ലോ എല്ലാത്തിന്റെയും പ്രശ്നം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹിയുടെ അടുക്കൽ എത്യോപ്യയിലെ രാജാവ് ഒരു വൈദ്യനെ പറഞ്ഞു വിട്ടു. അയാൾ റസൂലുള്ളാഹിയുടെ നാട്ടിൽ വന്നിട്ട് 7 വർഷം താമസിച്ചു. ഒരു സഹാബിക്ക് പോലും ഒരു പനി പോലും പിടിച്ചില്ല. തിരിച്ചു പോകാൻ നേരം അദ്ദേഹം റസൂലുള്ളാഹിയോട് ചോദിച്ചു, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ? 7 വർഷം ഞാനിവിടെ താമസിച്ചു, ഇതേവരെ നിങ്ങൾ ഒരാൾക്ക് പനി പോലും വന്നിട്ടില്ല, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒന്നുമില്ല, ഞങ്ങൾ ഒന്നടവിട്ട് നോമ്പ് പിടിക്കുന്നവരാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നോമ്പ് ശീലമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കുന്നു എന്നൊരു ബോർഡ് എഴുതി വെക്കണം ആരോഗ്യ കേരളത്തിന്റെ മുകളിൽ. നോമ്പ് ശീലമാക്കണം. അവര് നോമ്പ് പിടിച്ചു. ആ നോമ്പ് തന്നെ കാരക്കത്തിന് ഇടയത്താഴം കുടിച്ചു, കാരക്ക തിന്ന് നോമ്പ് മുറിച്ചു. ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാണ്, വിഷയത്തിൽ നിന്ന് മാറിപ്പോവല്ലേ. അപ്പൊ കാരക്ക 3 കാരക്കുന്ന റസൂലുള്ള ഇടയത്താഴം കഴിച്ചു, 3 കാരക്ക തിന്ന് റസൂലുള്ള നോമ്പ് മുറിച്ചു. അതാണ് അവരുടെ നോമ്പ്. നമ്മുടെ നോമ്പ് ഭക്ഷണത്തിൽ വലിയ മിതത്വമൊന്നുമില്ല. 3 കാരക്ക കഴിച്ചിട്ട് റസൂലുള്ള നോമ്പ് ഉറക്കുമായിരുന്നു. ഇടയത്താഴം 3 കാരക്ക, അത്രേ ഉള്ളൂ. പണ്ട് ഉസ്താദ് ബാബു പറഞ്ഞു, 3 കാരക്ക എന്നിട്ടാണ് നബിയങ്ങൾ നോമ്പ് തുറന്നത്. അന്ന് ഉസ്താദിന് ഭക്ഷണം കൊടുക്കണ വീട്ടിലെ താത്ത വാത് എന്നാ പിന്നെ റസൂലുള്ളാഹിയുടെ സുന്നത്ത് തടക്കണ ഉസ്താദും അത് തന്നെ തിന്നാ മതി. അന്ന് താത്ത ഭക്ഷണം കൊടുത്ത് വിട്ടപ്പോ ആ പാത്രം, ഉസ്താദിന് ഭക്ഷണം കൊണ്ടാണ് പാത്രം കണ്ടിട്ടില്ലേ, ട്രെയിനിന് ഇത്രയും ബോഗി കാണൂല. അപ്പൊ
അപ്പൊ ആ പാത്രം കൊണ്ടുവന്ന് വെച്ചു. പാത്രത്തിന്റെ ആദ്യത്തെ അക്ബറായ തട്ട് അള്ളാഹു അവർക്ക് സ്വർഗീയ ഭക്ഷണം പകരം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നാളെ മുതൽ ഇത്തിരി മെച്ചപ്പെടും കേട്ടോ. ദുആചേട്ട്. അപ്പൊ ആദ്യത്തെ തട്ട് കാലി, രണ്ടാമത്തെ തട്ടും കാലി, മൂന്നാമത്തെ തട്ടും കാലി, നാലാമത്തെ തട്ടിൽ 3 കാരക്ക. ഉസ്താദിന് മനസ്സിലായി സംഭവം. പിറ്റേ ദിവസം വഅലിന് കയറിയിട്ട് ഉസ്താദ് പറഞ്ഞു, സഹോദരിമാരെ, കാര്യങ്ങളൊന്നും നിങ്ങൾ കരുതിയതുപോലെയല്ല. റസൂലുള്ള അന്ന് 3 കാരക്ക തിന്നിട്ട് നോമ്പ് മുറിച്ചെങ്കിൽ അന്നത്തെ മക്കയിലെ കാരക്കയ്ക്ക് നമ്മുടെ ഇന്നത്തെ കൂടച്ചക്കയുടെ വലിപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ 11 മാസം നോമ്പിടി. അള്ളാഹുവിന് 11 മാസം തിന്നോ കുടിച്ചോ. ഒരു മാസം നിങ്ങൾ എനിക്ക് വേണ്ടി നോമ്പനട്ടിക്കണേ. പകല് മാത്രം നിങ്ങൾ നോമ്പനട്ടിക്കണേ. ഇത് മനുഷ്യന്റെ മുമ്പിൽ തൃപ്തിയല്ല, പക്ഷെ അള്ളാഹ്ക്കിത് തൃപ്തിയാണ്. 3. നാലാമത്തെ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം. കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ 2.5% കൊടുക്കണം. ഉദാഹരണത്തിന് ഒരാളുടെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ അയാൾ അതിൽ നിന്ന് എത്ര കൊടുക്കണം? 25 രൂപ. കണക്ക് പറഞ്ഞാൽ 1000 രൂപ ഒരാളുടെ കയ്യിലുണ്ട്. ഒരു വർഷമാകുമ്പോൾ ഈ 1000 രൂപ അവന്റെ കയ്യിൽ നിലനിൽക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് 2.5% 25 രൂപ ഒരു പാവപ്പെട്ടവന് കൊടുക്കണം. 975 രൂപയും നമുക്ക്. ഇത് നേരെ മറിച്ചിട്ട് വാപ്പാടെ അടുക്കലാണെങ്കിൽ 1000 രൂപ ഉണ്ട്, 25 രൂപ വാപ്പാക്ക്. വാപ്പിയൊക്കെ എനിക്കെന്ന് പറഞ്ഞ വാപ്പയോ ഉമ്മയോ ഭാര്യയോ സമ്മതിക്കുവോ? അവർക്ക് തൃപ്തിയാകുമോ? അള്ളാഹ്ക്ക് തൃപ്തിയാണ്. 25 രൂപ എന്റെ മാർഗത്തിൽ ചെലവഴിക്ക്, 975 നീ എടുത്തോളി. 5 എന്തേ നമുക്ക് ചെയ്തുകൂടെ? ചെയ്യാം. ഏറ്റവും അവസാനം അല്ലാഹ് പറഞ്ഞു, ആയുസ്സിൽ ഒരിക്കൽ നിന്റെ കയ്യിൽ എല്ലാം കഴിഞ്ഞിട്ട് ആരോഗ്യവും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മരിക്കുന്നതിന് മുമ്പ് ആയുസ്സിലൊരിക്കൽ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യണം. ഈ 5 കാര്യം ചെയ്താൽ അള്ളാഹ്ക്ക് നമ്മളോട് പൂർണ്ണ ഇഷ്ടമാണ്. ഈ 5 കാര്യം ചെയ്താൽ വീട്ടിലാർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്ത് ആരെയും തൃപ്തിപ്പെടുത്താൻ എളുപ്പമല്ല. ഭാര്യയും മക്കളെയും തൃപ്തിപ്പെടുത്താൻ എളുപ്പമല്ല. പക്ഷെ അള്ളാഹനെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. 5 കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹ്ക്ക് നിന്നോട് ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണല്ലോ കൂട്ടുകാരനെ കാണാൻ ഒരുങ്ങി നിന്നത്. അള്ളാഹനെ തൃപ്തിപ്പെടുത്താൻ തയ്യാറാകണേ. ബുറാഖെന്ന വാഹനം വന്നു. അള്ളാഹുവിന്റെ കൂട്ടുകാരനെ അള്ളാഹു വിളിക്കുകയാണ്. ബുറാഖ് പാറി പറക്കുകയാണ്. 7 ആകാശവും കടന്ന്, ആലമുൽ ജബറൂത്തും കടന്ന്, ആലമുൽ മലക്കൂത്തും കടന്ന്, ആലമുൽ നാസൂത്തും കടന്ന്, അതാ 7 ആകാശങ്ങളിലെ മലക്കുകൾ കാവല് നിൽക്കുന്നു. ഓരോ പ്രവാചകന്മാരും വിളിക്കുന്ന നബിയെ കടന്നു വരിക. 2 പ്രേമബാധനങ്ങളുടെ കൂടി സങ്കല്പമാണിത്. ഓ നബിയെ കടന്നു വരിക. ഓരോ പ്രവാചകന്മാരെ സലാം ചൊല്ലി ലക്ഷക്കണക്കിന് മലക്കുകൾ സ്വാഗതമോദി അവസാനം അതാ ഒരു ഭാഗമെത്തുമ്പോൾ ജിബ്രീൽ പറക്കുകയാണ്, ബുറാഖ് പറക്കുകയാണ്. വല്ലാഹു ആസിമു വജിബ്രീലു ഖാദിമു വസിദ്റത്തുൽ മുൻതഹാ മഖാമു വൽ മഖാമു മഹ്മൂദു. ബുറാഖ് പറക്കുകയാണ്. ജിബ്രീൽ ഡ്രൈവറാണ്, അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുകയാണ്. ഒരു സ്ഥലമെത്തുമ്പോൾ ജിബ്രീൽ പറയുന്നു, ഞാനിനി വരുന്നില്ല നബിയേ. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖബ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. ഇവിടെ വരെ പറയാനേ ജിബ്രീലിന് അനുവാദമുള്ളൂ. ഒന്നുകൂടി ചരിത്രം നിങ്ങൾ പല പ്രാവശ്യം കേട്ടതാണ്. ഒന്നുകൂടി തിരിച്ചു കേൾക്കുക. ജിബ്രീൽ ആരാണെന്നറിയുമോ? മുഖറബായ മലക്കാണ്. നമ്മൾ പറയാറുണ്ട് ജിബ്രീൽ മുഖറബായ മലക്കാണ്, അല്ലാഹുവോട് ഏറ്റവും അടുത്ത മലക്കാണ്. ആ മലക്കിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സീമന്തരേഖയുണ്ട്. അവിടെ എത്തുമ്പോൾ മുഖറബ്, ഏറ്റവും അടുത്ത ആൾ, അല്ലാഹുവോട് ഏറ്റവും അടുത്തയാൾ പറഞ്ഞു, ഇതിന്റെ അപ്പുറത്തേക്ക് അനുമതിയില്ല. അല്ലാഹുവിന്റെ റസൂലേ കടന്നു പോവുക. മുഖറബായ മലക്കിന് കിടക്കാത്തടത്തോട്ട് മുഖറബായ മനുഷ്യൻ കിടക്കുകയാണ്. പ്രകാശത്താൽ സൃഷ്ടിച്ച
മാലാഖയ്ക്ക് കടക്കാൻ കഴിയാത്തടത്തേക്ക് മണ്ണുകൊണ്ട് പടച്ച മനുഷ്യൻ കടന്നുപോയ ചരിത്രമാണ് മേറാജ്. മേറാജ് മേറാജ് ആ മലക്കിന് പോലും പ്രവേശനാനുമതിയില്ല. നബിയെ കടന്നുപോയിക്കൊള്ളുക. ഏറ്റവും അടുപ്പമുള്ളവർക്ക് അങ്ങനെയാണല്ലോ. ആർക്കും കടക്കാത്തവർക്ക് അവർക്ക് കിടക്കാമല്ലോ. അള്ളാന്റെ റസൂലെത്തി, അള്ളാന്റെ തൊട്ടുമുമ്പിലെത്തി. കൂട്ടുകാരനും കാണുകയാണ്. കണ്ടപ്പോൾ എത്രയോ നാളുകളായി കാണാതിരുന്ന് കണ്ടപ്പോ ആദ്യമായിട്ട് കാണുകയല്ലേ. ഏത് കൂട്ടുകാരനെ കാണാൻ പോയാലും നമ്മുടെ കയ്യിൽ ഒരു പൊതി ഉണ്ടാകുമല്ലോ. അള്ളാന്റെ റസൂല് തന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ വെച്ചതെന്താ? അത്തഹിയാത്ത് മുബാറകാത്ത് സലവാത്ത് തയ്യിബാത്തു ലില്ലാഹ്. സർവ തിരുമുൽക്കാഴ്ചയും അല്ലാഹുവേ നിനക്കാണ്. കൂട്ടുകാരന്റെ മുമ്പിൽ തിരുമുൽക്കാഴ്ച അർപ്പിക്കുമ്പോ അല്ലാഹു തിരിച്ചു മറുപടി പറഞ്ഞു, നബിയേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതു. രണ്ട് കൂട്ടുകാർ കൂടി ചേർന്ന കൂടിക്കാഴ്ചയാണ് ഇന്ന് നിസ്കാരത്തിൽ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അവസാനം അല്ലാഹുവും പ്രവാചകനും പ്രേമപാതനങ്ങൾ തമ്മിൽ കണ്ടു. അവസാനം തിരിച്ചു വരാൻ നേരത്ത് അല്ലാഹു പറഞ്ഞു, കൂട്ടുകാരാ വെറുതെ പോകണ്ട, കയ്യിലൊരു സമ്മാനം വെച്ചോ. കൂട്ടുകാര് തമ്മിൽ കൂടിച്ചേർന്നപ്പോ അവിടെ വെച്ച് കൊടുത്തു വിട്ട സമ്മാന പൊതിയാണ് അന്ത്യവക്കത്ത് നിസ്കാരമെന്ന് ലോകത്തിന്റെ തിരുദൂതരെ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മിഅ്റാജ് കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു വന്നു. പിന്നീട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ ആഗ്രഹമല്ലേ ഒന്നുകൂടി കാണണം. ഒന്ന് കണ്ടാ പിന്നെ വലിയ ആഗ്രഹം പിന്നെ കാണണം. അത് ദുനിയാവിലുള്ള സ്വഭാവം. നമുക്കൊന്നും മിന്നായം പോലെ കണ്ടു. ഇപ്പൊ മിഅ്റാജിന് പോയിട്ട് ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റുമോ? പോണ വഴിക്ക് മിന്നായം പോലെ ഒന്ന് കണ്ടു. ഒന്ന് കാണാതിരുന്നാ കുഴപ്പമില്ല. ഒന്ന് അറിയാതെ ഒന്ന് പെട്ടെന്ന് കണ്ടു. പക്ഷെ ഒത്തിരി നേരം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ മനസ്സിലൊരു വലിയ ആഗ്രഹമാണ്. ഇതാണ് അള്ളാനെ കൂട്ടുകാരനാക്കണോന്ന് പറഞ്ഞ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇതൊന്നും അല്ല. സഹാബാക്കൾ അള്ളാഹുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട്, പ്രവാചകന്മാര് കൂട്ടുകൂടിയതുണ്ട്, ഉലമാക്കള് കൂട്ടുകൂടിയതുണ്ട്, ശുഹദാക്കള് കൂട്ടുകൂടിയതുണ്ട്. ഞാൻ ഇതൊന്നും പറയാതെ അള്ളാന്റെ റസൂലിന്റെ ഉള്ളിൽ മാത്രം നിർത്തുകയാണ്. ഇത് മാത്രം പറഞ്ഞ് നമ്മുടെ 4 ദിവസം കഴിയും. ഖുർആനാണ് ഞാൻ ഇത്തരം പറയുന്നത്. ഞാൻ ഇതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല, ഖുർആൻ മാത്രം. അങ്ങനെയല്ലേ, നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നും. അങ്ങനെയല്ലേ? അല്ലെ? ഒന്നും മിന്നായം പോലെ കണ്ടു, പിന്നെ എന്ത് ചെയ്യണം? എപ്പോഴും കാണണം. അള്ളാന്റെ റസൂല് തിരിച്ചു വന്നു, അള്ളാനെ ഒന്ന് കണ്ടു. പിന്നെ റസൂലുള്ളാഹിയുടെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, എന്താ? തന്റെ കൂട്ടുകാരനെ ഇനിയും കാണണം. അള്ളാഹു നമുക്ക് ആ സൗഭാഗ്യം നൽകട്ടെ. റസൂലുള്ളാഹിയുടെ പിന്നെയുള്ള ചിന്ത മുഴുവനും ഒരിക്കൽ കൂടി തന്റെ കൂട്ടുകാരന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുന്ന ചിന്തയായിരുന്നു. വീണ്ടും കാണണമെന്ന ചിന്ത. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി ഈ കൂട്ടുകെട്ടിന്റെ സമാപനം ഇങ്ങനെ നമുക്ക് വായിക്കാം. മരിക്കുന്ന സമയത്തും ഒരു കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ സ്നേഹബന്ധം എത്ര വലിയ ബന്ധമാണ്. പിണങ്ങിയും ഒക്കെ കഴിഞ്ഞ റസൂലുള്ളാഹിയും അള്ളാഹുവും. അവസാനം റസൂലുള്ളാഹിക്ക് പനി വന്നു. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. റസൂലുള്ളാഹിയുടെ കൈ മുഴുവനും കുഴഞ്ഞു. ആ സമയത്താണ് വരുന്നത്. വാതിലൊരു മുട്ട് കേൾക്കുന്നു. മംബിൽ ബാബിയ ഫാത്തിമ. നമുക്കെല്ലാവർക്കും അറിയാം, ഫാത്തിമ വാതിൽ തുറക്ക, ആരാന്ന് നോക്ക്. അവിടെ ചെന്നപ്പോൾ വാതിൽ തുറന്നപ്പോൾ ഞാൻ അസ്രായീലാണ്. അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. നബിയെ, അങ്ങയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അള്ളാഹ് എന്നെ പറഞ്ഞു വിട്ടതാണ്, അങ്ങക്ക് സമ്മതമാണോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം. അസ്രായീൽ തിരിച്ചുപോയി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ജിബ്രീലെ, ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ എന്റെ നെടല് പോലെ കടന്നു വന്ന ജിബ്രീലെ, ഞാൻ മരിച്ചാൽ, ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറഞ്ഞാൽ എന്റെ സമൂഹത്തിന്റെ കാര്യം അത് അള്ളാഹു ഏറ്റെടുത്തോളും, നബിയെ പേടിക്കണ്ട. എന്നാൽ അസ്രായീലിനോട് വരാൻ പറയ്, എനിക്ക് എന്റെ കൂട്ടുകാരനെ കാണാൻ. അസ്രായീൽ വന്നു. അള്ളാന്റെ റസൂല് ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുക. റസൂലുള്ളാഹിയുടെ പെരുവരളിൽ അസ്രായീൽ റൂഹ് പിടിക്കാൻ തുടങ്ങി. റൂഹ് പിടിച്ച് അള്ളാന്റെ റസൂലിന്റെ തൊണ്ടക്കുഴിയിലെത്തി. പ്രവാചകന് മരണവേദന സഹിക്കാൻ കഴിയുന്നില്ല. പെടഞ്ഞുപോയി റസൂലുള്ളാഹ്. തൊട്ടടുത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കണ്ണീരോടെ ഇരിക്കുകയാണ്.
അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫാത്തിമ അലാ ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാണ് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ നിലവിളി കേൾക്കുമ്പോ പിതാവ് മരിക്കാൻ പോവുകയാണ്. തൊട്ടടുത്തിരുന്ന് പൊന്നുമോള് പൊട്ടിക്കരയാൻ തുടങ്ങി. യാ ബതാ വാ കർബാബാ യാ മൻ നജാബ റബ്ബന ദാ ഇലാ ജിബ്രീൽ നനാ യാ മൻ ജന്നത്തുൽ ഫിർദൗസ് മഅവാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുമ്പോ പിതാവിന്റെ മരണ ദുഃഖത്തിന്റെ നടുവിൽ മകളിരുന്ന് വിലപിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകുന്ന നബിയേ. ഫാത്തിമ ബീവിയുടെ നിലവിളി കേട്ടിട്ട് ഭാര്യമാര് പൊട്ടിക്കരയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടു ചലിക്കുകയാണ്. ശബ്ദം വെളിയിലോട്ട് വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറയുന്നതെന്നറിയാൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചുണ്ടിലേക്ക് ചെവി സൂക്ഷിച്ചു വെക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതെന്താ? ഈ കൂട്ടുകെട്ട് ബന്ധിന്റെ സമാപനം പോലെ അർറഫീഖിൽ അലാ അർറഫീഖിൽ അലാ അർറഫീഖിൽ അലാ. എന്റെ കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരൻ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തിന്റെ സമയത്ത് പറഞ്ഞ വാക്കല്ല ചെറുപ്പക്കാരാ. എന്തായി പറയുന്നത്, എന്തായി പറയുന്നത്? ഞാൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലും അല്ലാഹു തമ്മിലുള്ള കൂട്ടെന്ന് പറഞ്ഞാൽ റഫീഖ് എന്ന് പറഞ്ഞാൽ അർത്ഥം കൂട്ടുകാരനെന്നല്ലേ. മരണത്തിന്റെ മടിത്തട്ടിലേക്ക് മയങ്ങി വീടുമ്പോ ആയിഷ ബീവിയുടെ മടിയിൽ തല വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ? അർറഫീഖിൽ അലാ അർറഫീഖിൽ അലാ. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ റഫീഖിൽ അലാ എന്ന് പറഞ്ഞാൽ എന്റെ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നത് പോലെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ ഞാനിതാ വരുന്നു, ഞാനിതാ വരുന്നു, ഞാനിതാ വരുന്നെന്ന് തന്റെ കൂട്ടുകാരനെ കാണാൻ, താൻ സ്നേഹിച്ച തന്റെ അല്ലാഹനെ കാണാൻ, അല്ലാഹുവിന്റെ കായിലോട്ട് കടന്നു പോകാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദര, പ്രേമബന്ധത്തിന്റെ അവസാന വാക്ക് പോലെ അല്ലാഹുവിന്റെ റസൂൽ കണ്ണടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഇവിടെ വെച്ച് ഞാൻ പറയുകയാണ്, കോളേജിന്റെ ക്യാമ്പസിന്റെ വാഗമരത്തിന്റെ പുറകില് പൂത്തുലയുന്ന പ്രേമബന്ധമല്ല, പാതിരാ സമയത്ത് ബാർ ഹോട്ടൽ ഉണ്ടാകുന്ന സ്നേഹബന്ധമല്ല, ആണും പെണ്ണും തമ്മിൽ മൊബൈൽ ഫോണിലൂടെ ഉണ്ടാകുന്ന പ്രേമബന്ധമല്ല. നമുക്കും ഒരു കൂട്ടുകാരുണ്ടാവണം. ആ കൂട്ടുകാരായിരിക്കണം ആഖിറത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന, എപ്പോഴും നമുക്ക് ആഖിറത്തിന് വേണ്ടി മാത്രമുണ്ടാകുന്ന കൂട്ടുകെട്ടുണ്ടാവണം. ഇത്രയും ഞാൻ പറയുമ്പോൾ ഞാൻ സമാപിപ്പിക്കുകയാണ്, ഞാൻ സമാപിപ്പിക്കുകയാണ്. ഒരൊറ്റ വാക്കുകൂടി നിങ്ങളോട് വസിയത്തായിട്ട് പറയട്ടെ. ഇതേവരെ കേട്ട ചെറുപ്പക്കാർക്ക്, ചെറുപ്പക്കാരികൾക്ക്, നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല ഈ പ്രേമബന്ധത്തെ കുറിച്ച് പറഞ്ഞാൽ. കാരണം നമുക്ക് ഇതേവരെ അറിയാവുന്ന പ്രേമബന്ധം എന്താ? കാമ്പസിന്റെ മുമ്പിലുള്ള വാഗമരത്തിന്റെ ചുവട്ടില് പെൺകുട്ടിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും പ്രേമബന്ധമല്ലാതെ നമുക്കെല്ലാവർക്കും അറിയുമോ? അതിനേക്കാൾ നമുക്കെല്ലാവർക്കും അറിയുമോ? പക്ഷേ സഹോദരങ്ങളെ, ആണും പെണ്ണും ചേർന്നാൽ അത് വെറുതെ ലൈംഗികതയുടെ ഭാവമാക്കി മാറ്റുന്ന, അത് കിടപ്പറവൻ കിടാനുള്ള മലീമസമായ ബന്ധമാക്കി മാറ്റുന്ന, ഒരാണും ഒരു പെണ്ണും തമ്മിൽ മിണ്ടിപ്പോയാൽ, അങ്ങനെ ഒരു ബന്ധമുണ്ടായാൽ അത് ലൈംഗികതയുടെ ഭാവമായി മാറുന്നത് നമുക്കാണെങ്കിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെ പറഞ്ഞു തരട്ടെ. അവര് മിസ്കോളിലൂടെ പരിചയപ്പെട്ടവരല്ല. ഓ ചെറുപ്പക്കാരാ, ആഖിറത്തിന് വേണ്ടി ചിന്തിച്ചപ്പോ, മരണത്തെ കുറിച്ച് ചിന്തിച്ചപ്പോ, കൂട്ടുകാരെ തെരഞ്ഞെടുത്തപ്പോ ലോക പ്രശസ്തനായൊരു പുരുഷനാണ്, അതിനേക്കാൾ പ്രശസ്തിയായൊരു പെണ്ണുമാണ്. അവര് തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ലൈംഗികതയുടെ ബന്ധമല്ല, ആ ബന്ധം വികാരത്തിന്റെ ബന്ധമല്ല. ഓ പുരുഷനാരെന്നറിയുമോ? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫഈ, ഇമാം ശാഫഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി നിങ്ങൾക്കറിയുമോ? ആരാ ഇമാം ശാഫഈ എന്ന് നിങ്ങൾക്കറിയുമോ? ഒരു മസല കണ്ടുപിടിക്കാൻ വേണ്ടി 300 പ്രാവശ്യം ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്ത, ഒരൊറ്റ മസല കണ്ടുപിടിക്കാൻ 300 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്ത, 7ാമത്തെ വയസ്സിൽ വ്യാഖ്യാന സഹിതം ഖുർആൻ മനഃപ്പാഠമാക്കിയ
10ാമത്തെ വയസ്സിൽ ആയിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയ 15ാമത്തെ വയസ്സിൽ നാട്ടിലെ ഖാദിയായിട്ട് അവരോധിപ്പിക്കപ്പെട്ട നാഫിനെ പോലെ വക്കീലിനെ പോലെയുള്ള ലോക പ്രശസ്ത പണ്ഡിതന്മാരിരിക്കുമ്പോ 15ാമത്തെ വയസ്സിൽ ഒരു നാടിന്റെ ഖാദിയായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു മസല കണ്ടുപിടിക്കാൻ 300 പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്ത ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ, ഓ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് ഒരു കൂട്ടുണ്ടായിരുന്നു. ഓ കൂട്ടാരാന്നറിയുമോ? ഞാൻ പറയുന്ന വാക്കുകൾ അതേ അർത്ഥത്തിലൂടെ നിങ്ങൾ കണ്ടെടുക്കണേ. അതൊരു പെണ്ണായിരുന്ന മറ്റാരുമല്ല, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പള്ളിച്ച് വിട്ടുകര പള്ളിയിൽ വഴുത് കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇമാം ശാഫിയുടെ കൂട്ടുകാരി ആരെന്നറിയുമോ? ഇമാം ശാഫിയുടെ കൂട്ടുകാരി ആരാ? ബഹുമാനപ്പെട്ട ബീവി നബീസത്തുൽ മിസ്രിയ, ബഹുമാനപ്പെട്ട ബീവി നബീസത്തുൽ മിസ്രിയ. ഇന്ന് നമ്മൾ മുസ്ലിം ലോകം അറിഞ്ഞും അറിയാതെ പാടിപ്പുകത്താറില്ലേ? ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ പിള്ളി നബീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ പിള്ളി നബീസത്ത് മാല ഞാൻ പകർന്നിടുന്നേ. ബഹുമാനപ്പെട്ട ബീവി നബീസത്തുൽ മിസ്രിയ, ഇവരെ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. എന്ത് ബന്ധമാ? ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് എങ്ങാനും ഒരു തലവേദന വന്നാൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയും നബീസത്തുൽ മിസ്രിയാന്റെ അടുക്കലേക്ക് ആളെ പറഞ്ഞു വിടും. ഇമാം ശാഫിഈയുടെ തലവേദന മാറാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് ഇമാമുന ശാഫിഈ പോലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതാരാ? പെങ്ങളെ, കടൽ കടന്നു വരുന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാനും ഭാര്യപ്പുണരാനുമുള്ള ശപിക്കപ്പെട്ട ജന്മമായി മാറല്ലേ. ലോക പ്രശസ്ത പണ്ഡിതനൊരു തലവേദന വന്നാൽ ദുആ ചെയ്തു മാറ്റുന്നതാരാ? നിന്നെ പോലെ മച്ചയുള്ള മാംസമുള്ള വികാരമുള്ള വിചാരമുള്ള ഒരു പെണ്ണാണ് നബീസത്തുൽ മിസ്രിയ. അവര് ദുആ ചെയ്താൽ ഇമാം ശാഫിഈയുടെ തലവേദന മാറും. അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ സമാപനം എന്താണെന്നറിയുമോ? കൂട്ടുകെട്ട് പറയുമ്പോ, കൂട്ടുകാര് പറയുമ്പോ അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ പരിസമാപ്തി എന്താ? ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് രോഗം വന്നിട്ട് മരണശയ്യയിൽ കിടക്കുകയാണ്. ആ സമയത്ത് നബീസത്തുൽ മിസ്രിയാനോട് പറയുകയാ, നബീസ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ആളെ പറഞ്ഞു വിട്ടു നബീസത്തുൽ മിസ്രിയാന്റെ അടുക്കല്. നബീസത്തുൽ മിസ്രിയ പറഞ്ഞു, രോഗം മാറാൻ ശിഫാ ചെയ്യലല്ല. നമ്മൾ കേട്ടിട്ടില്ലേ? എന്ന് ബീ ഗുണത്തിനോടും തേട്ടമിൽ പകർത്തേ അഹദവല്ലി കാനവർക്ക് നൽകിടത്തൂരത്തെ. എന്ന് ബീ ഗുണത്തിനോടും തേട്ടമിൽ പകർത്തേ അഹദവല്ലി കാവർക്ക് നൽകിടാൻ ദുഴത്തെ. ഇമാം ശാഫിഈക്ക് രോഗം ശിഫമാവുകയില്ല. അല്ലാഹുവിന്റെ നിക്കാഹ് കാണാൻ പോവുകയാ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്. ഇനി അല്ലാഹുവിന്റെ നിക്കാഹ് കാണുന്നതെന്ന് നബീസത്തുൽ മിസ്രിയ പറയേണ്ട സമയം ആളുകൾ പോയിട്ട് ഇമാം ശാഫിഈയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് മഹദി അവറുകൾ പറഞ്ഞിരിക്കുകയാ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് മരണാസന്നനായി കിടക്കുമ്പോ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതെന്താ? ഞാനെങ്ങാനും മരിച്ചുപോയാൽ, ഞാനെങ്ങാനും മരിച്ചുപോയാൽ എന്നവർക്ക് ബീവിയാളെ കൊണ്ടുടനെ മൈത്തേ യൗമമാൽ തൊഴുതിടുക വേണമെന്ന് വസീയത്തെ. നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊക്കെ പാടി പറഞ്ഞിരുന്നതാണ്. ഇതിൽ വലിയ ഗുണപാഠമുണ്ട്. ഇമാമുന ശാഫിഈ മരണാസന്നനായി കിടക്കുമ്പോ നിങ്ങൾ ഇമാം ശാഫിഈ പറയുകയാണ്, ഞാൻ മരിച്ചാൽ എന്നെ മയ്യത്ത് കൊണ്ടുപോയി നബീസത്തുൽ മിസ്രിയാന്റെ മുമ്പിൽ വെക്കണം. എന്നിട്ട് എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ, എനിക്ക് വേണ്ടി മയ്യത്തൊന്ന് നിസ്കരിക്കാൻ
നബീസത്തുൽ മിസ്രിയാനോട് പറയണമെന്ന്. ആരാ സഹോദരിമാരെ ഒന്ന് ചിന്തിക്കുക. ലോക പ്രശസ്ത പണ്ഡിതൻ എന്റെയും നിങ്ങളുടെയും മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫി വഫാത്താകുമ്പോ ആരോടാ? ഒരു പുരുഷനോടല്ല, ഒരു പെണ്ണിനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ നബീസത്തുൽ മിസ്രിയാനോട് എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പറയണമെന്ന് പറയുമ്പോ ഊട്ടബീമോമതായി തങ്ങളിൽ സലാത്തെ ഒരുമയിൽ കഴിഞ്ഞു ദുആ നേസമിൽ കഴിത്തേ. ഊട്ടബീമോമതായി തങ്ങളിൽ സലാത്തെ ഒരുമയിൽ കഴിഞ്ഞു ദുആ നേസമിൽ കഴിത്തേ. ഇമാം ശാഫി റഹിമഹുല്ലാഹുടെ മയ്യത്ത് കൊണ്ടുപോയി നബീസത്തുൽ മിസ്രിയാന്റെ മുമ്പിൽ വെച്ചപ്പോ മഹദി അവരുകൾ മഅ്മൂമത്തായിട്ട് നിന്ന് നിസ്കരിച്ച് ഇമാം ശാഫി റഹിമഹുല്ലാഹുക്ക് വേണ്ടി ദുആ കൊണ്ട് ചെയ്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം ലൈംഗികതയുടെ ബന്ധമാക്കി മാറ്റുന്ന അരുതായ്മയുടെ ബന്ധമാക്കി മാറ്റുമ്പോ ഈ കൂട്ടുകെട്ട് നിങ്ങൾക്കറിയുമോ? ഈ കൂട്ടുകെട്ട് നിങ്ങൾക്കറിയുമോ? മയ്യത്ത് നിസ്കരിക്കാൻ പുറകിൽ നിന്ന മയ്യത്ത് നിസ്കരിക്കാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്താ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ കൂടെ എത്തുന്ന, മരിക്കുന്ന സമയത്ത് പുറകിൽ കൈകെട്ടി നിന്നിട്ട് അല്ലാഹുവിന്റെ കൂട്ടുകാരനാണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി കരളുരുകി ദുആ ചെയ്യാൻ ഒരു കൂട്ടുകാരനെ സമ്പാദിച്ചിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അതിൽ ഏറ്റവും വലിയ കൂട്ടുകാരൻ അല്ലാഹു ആകട്ടെ, ഏറ്റവും വലിയ കൂട്ടുകാരൻ അല്ലാഹു ആകട്ടെ. ആ രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ. അതിനെന്ത് ചെയ്യണം? അല്ലാഹുമായിട്ട് കൂട്ടുകൂടണോ? അല്ലാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കണോ? ഏറെ പറയാൻ എനിക്ക് സമയമില്ലെങ്കിലും ഞാൻ പറയുകയാ, ഏത് സമയത്തും അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്യരുത് മക്കളെ. അല്ലാഹ്ക്ക് കോപം വരുന്ന, അല്ലാഹു ബന്ധം മുറിച്ചു കൽകുന്ന വയറ്റിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി കല്ല് കിടന്നാൽ അല്ലാഹ്ക്ക് ഇഷ്ടമുണ്ടാകുമോ? പട്ടച്ചാരായം കുടിച്ചാൽ റബ്ബുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമോ? ചീട്ടുകളിൽ കളത്തിൽ പോയിരുന്നാൽ റബ്ബിന് ഇഷ്ടമുണ്ടാകുമോ? പെങ്ങളെ തലമറക്കാർ നടന്നാൽ റബ്ബിന് ഇഷ്ടമുണ്ടാകുമോ? പെങ്ങളെ ഏശന് പറഞ്ഞാൽ റബ്ബിനിട്ടാകുമോ? ഭർത്താവിനോട് കയർത്ത് സംസാരിച്ചാൽ റബ്ബിനിട്ടമാകുമോ? മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞാൽ റബ്ബിനിട്ടമാകുമോ? വ്യഭിചാരത്തിന് മുതിർന്നു പോയാൽ റബ്ബിനിട്ടമാകുമോ? പാവപ്പെട്ട ഭർത്താവ് മണലാരണ്യത്തിൽ കെട്ടപ്പെടുമ്പോ അവൻ അമാനത്തായിട്ട് ഏൽപ്പിച്ചിട്ട് പോയ കിടപ്പറയിലേക്ക് മൊബൈൽ ഫോണിലൂടെ പരിചയിച്ച രഹസ്യകാമുകന് പാതിരാത്രിയിൽ വാതിൽ തുറന്നു കൊടുത്ത റബ്ബിനിട്ടമാകുമോ? 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 അതുകൊണ്ട് വേണ്ട, റബ്ബിനിട്ടമില്ലാത്ത കല്ല് നമുക്ക് വേണ്ട, റബ്ബിനിട്ടമില്ലാത്ത പലിശ നമുക്ക് വേണ്ട, അല്ലാഹു കൂട്ടുകെട്ടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഈ വൈകിയ വേളയിലും ഞാൻ നിങ്ങളോട് പറയുകയാ, ഈ കൂട്ടുകാരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ വിട പറഞ്ഞു പോകുന്നവരല്ലേ, നിസ്സാര കാര്യത്തിൽ പിടങ്ങുന്നവരല്ലേ, ആപത്ത് വന്നാൽ ഓടി ഒളിക്കുന്നവരല്ലേ, ആപത്തിലും സമ്പത്തിലും വ്യതയിലും ശ്രദ്ധയിലും വൈതരണികളും വൈക്ലബ്യങ്ങളിലും നമ്മുടെ കൂടെ വരുന്ന റബ്ബ് വേണ്ടേ? അതുകൊണ്ട് ജീവിതത്തിലുടനീളം അല്ലാഹനെ സൂക്ഷിക്കണം, അല്ലാഹനെ പേടിച്ച് ജീവിക്കണേ. ഞാൻ നിങ്ങളോടൊരു വസിയത്തായിട്ട് പറയുകയാ, ഒന്നാമത്തെ കൂട്ടുകാരൻ റബ്ബായാൽ അതിന് നൽകുന്ന പ്രതിഫലം എന്താ? ആ പ്രതിഫലം കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. ആ പ്രതിഫലം കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. എന്റെ സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിന്റെ അവസാനം വരെ എന്റെ ചെറുപ്പക്കാരോട് എന്റെ സഹോദരിമാരോട് ഞാൻ പറയുന്നു, മരിക്കുന്നത് വരെ അല്ലാഹനെ കുറിച്ചുള്ള ബോധമുണ്ടാകണം, ബോധമുണ്ടാകണം. ഈ ലോകത്ത് നിന്ന് നീ വിട പറയുകയില്ലേ? പൊട്ടാ നീ ഒരു തുള്ളി പിഞ്ചോര കട്ട, പിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട, റൂഹന്ന് വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറനിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട, റൂഹന്ന് വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറനിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട. മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോ അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, റബ്ബ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ. ഒരു ചെറുപ്പക്കാരൻ മരുഭൂമിയിലൂടെ കടന്നു പോവുകയാ, അല്ലാഹനെ പേടിയുള്ള ചെറുപ്പക്കാരൻ മരുഭൂമിയിലൂടെ കടന്നു പോവുകയാ. പരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി. ആ നാട്ടിലെ വഴിപടച്ച വ്യഭിചാരിയായ പെണ്ണ് ആ ചെറുപ്പക്കാരനെ വഴിതെറ്റിക്കാൻ പുറകെ കൂടുകയാണ്. ആ പെണ്ണ് വിളിക്കുന്ന ചെറുപ്പക്കാരാ, അയ്യുഹൽ ഫത്താ
അയ്യുഹൽ ഫത്താ അയ്യുഹൽ ഫത്താ, ഏ യുവാവേ കടന്നു വരുമോ, എന്റെ കടപ്പുറയിലോട്ട് കടന്നു വരുമോ? ആ യുവാവിന്റെ സൗന്ദര്യം കണ്ടപ്പോ അഭിസാരികയായ പെണ്ണ് വിളിക്കുകയാണ്, മരുഭൂമിയുടെ എന്റെ മൺകുടിലിൽ എന്നോടൊത്തൊന്ന് ശയിക്കുമോ? അള്ളാനെ പേടിയുള്ള തഖ്വയുള്ള ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുമ്പോ അവസാനം ഈ ചെറുപ്പക്കാരൻ തനിക്ക് വഴിപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോ ആ പെണ്ണ് അവസാനം ചോദിച്ചു, അത്ര ചെറുപ്പക്കാരാ, അൽ തുഹ്സിനു ശിഅറാ, അൽ തുഹ്സിനു ശിഅറാ, എനിക്ക് വേണ്ടി നീ ഒരു പാട്ട് പാടുമോ? എനിക്ക് വേണ്ടി നീ ഒരു പാട്ട് പാടുമോ? ഇത് കേട്ട ഉടനെ സാരികത്തായ ഒരു ചെറുപ്പക്കാരൻ തിരിഞ്ഞു നിന്നു. പെണ്ണെ, ഞാൻ നിനക്ക് വേണ്ടി 2 വരി പാട്ട് പാടിത്തരാം, എനിക്ക് പാട്ടറിയാം, ഞാൻ പാടിത്തരാം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളോട് സമർപ്പിക്കുകയാ. ആ ചെറുപ്പക്കാരൻ പറയുന്ന, പെണ്ണെ, അല്ലാ തബ്തഗി ഫീമാ ലദൈനാ വലാ തബ്ഗിൽ ഫുജൂറ ഇലൽ മമാതി, അല്ലാ തബ്തഗി ഫീമാ ലദൈനാ വലാ തബ്ഗിൽ ഫുജൂറ ഇലൽ മമാതി. ഏ പെണ്ണെ, നീ നിന്റെ സൗന്ദര്യം കൊണ്ട് ധാരാളം പുരുഷന്മാരെ നീ വഴിതെറ്റിച്ചിട്ടുണ്ടാവാം, പക്ഷേ വലാ തബ്ഗിൽ ഫുജൂറ ഇലൽ മമാതി, മരിക്കുന്നത് വരെ ചെറുപ്പെണ്ണെ എന്നെ വഴിതെറ്റിക്കാൻ നിനക്ക് കഴിയില്ല. മരിക്കുന്നത് വരെ നിന്റെ മുമ്പിൽ ഞാൻ വീഴുകയില്ല പെണ്ണെ. കാരണം എന്തെന്നറിയുമോ? ഞാൻ നിന്റെ മുമ്പിൽ വീഴാത്തതിന്റെ കാരണം എന്താ? ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഫഇന്നല്ലാഹ യുബ്സിറു ഫൗക അർശി വയഗ്ലബു ലിൽ ഫആലിൽ മുബിഖാതി, ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല, യുബ്സിറു ഫൗക അർശി, അവൻ അർശിന്റെ മുകളിൽ നിന്ന് നോക്കുകയല്ലേ, എന്നെയും നിന്നെയും അർശിന്റെ മുകളിലിരിക്കുന്ന റബ്ബ് കാണുകയല്ലേ. വയഗ്ലബു ലിൽ ഫആലിൽ മുബിഖാതി, അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ചെയ്യുന്നവനോട് അവന് വല്ലാത്ത കോപമല്ലേ, വല്ലാത്ത കോപമല്ലേ. കോപിച്ചാൽ പിന്നെ റബ്ബ് സ്നേഹിക്കുമോ? അവൻ ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ അല്ലാഹ്ക്ക് വല്ലാത്ത കോപമല്ലേ. അതുകൊണ്ട് പെണ്ണെ, വലൗ താല സീറു ഇലൽ ഫലാതി വലാ തബ്ഗിൽ ഫുജൂറ ഇലൽ മമാതി, ഈ മരുഭൂമിയിലൂടെ എത്ര കാലം എന്റെ പുറകെ നീ നടന്നാലും അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ പോലെ അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ചെയ്യരുത്, അവരുമായിട്ടൊരു സ്നേഹബന്ധം സ്ഥാപിക്കണേ. എന്നാൽ അല്ലാഹു നാളെ നമുക്കൊരു പ്രതിഫലം നൽകും, അല്ലാഹു നമുക്കൊരു പ്രതിഫലം നൽകും. ഫഇന്നല്ലാഹ യുബ്സിറു ഫൗക അർശി, അർശിലിരിക്കുന്ന തമ്പുരാൻ കാണുന്നുണ്ട്, അർശിലിരിക്കുന്ന തമ്പുരാൻ കാണുന്നുണ്ട്. ആ ഒരു ബോധത്തോടെ ജീവിച്ചാൽ നാളെ അല്ലാഹു നമുക്കൊരു പ്രതിഫലം നൽകും. എന്താ പ്രതിഫലം? എന്താ പ്രതിഫലം? അല്ലാഹനെ സ്നേഹിക്കുക. അല്ലാഹനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതേവരെ കാണാത്ത ഒരാളെ സ്നേഹിക്കണം. കാണാത്ത എന്താ? ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമുക്ക് എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. 15 മിനിറ്റ് കൂടെ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അല്ലാഹനെ ഇങ്ങനെ സ്നേഹിച്ചാൽ, ഇതേവരെ കാണാത്ത റബ്ബിനെ സ്നേഹിച്ചാൽ, കാണാത്ത റബ്ബിനെ സ്നേഹിച്ച അല്ലാഹ് തരുന്ന പ്രതിഫലം എന്താ? ഖുർആൻ. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ഇതേവരെ കണ്ണുകൊണ്ട് കാണാത്ത അല്ലാഹുവിനെ നീ സ്നേഹിച്ചാൽ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് അല്ലാഹുവിന്റെ നിക്കാഹിനെ നിനക്ക് കാണിച്ചു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നാളെ സ്വർഗ്ഗലോകത്ത് ചില ആളുകളോട് പറയും, എന്നെ നിങ്ങൾക്ക് കാണണോ? ഇതേവരെ സ്നേഹിച്ച റബ്ബിനെ കാണണോ? അല്ലാഹുവിന്റെ നിക്കാഹിനെ അവൻ പ്രദർശിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ സ്വർണ്ണ സ്വരൂപം കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാളെ അല്ലാഹനെ കാണണം.
കാണണോ വേണ്ട? കാണണമെങ്കിൽ അള്ള പറഞ്ഞത് ചെയ്യണം. ചെയ്യൂ. ഉറപ്പാണല്ലോ. ആർക്കെങ്കിലും അല്ലാഹുവിന്റെ ലിഖായിനെ കാണണമെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട സാലിഹായ കർമ്മം മാത്രമേ ജീവിതത്തിൽ ചെയ്യാവൂ. എന്നെ കാണിച്ചു തരാം. പക്ഷേ സാലിഹായ അമലെ ചെയ്യാവൂ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതേ ചെയ്യാവൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിക്ക് ഇഷ്ടപ്പെട്ടതേ ചെയ്യാവൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുവോ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം എന്തിനോടാ? ഞാൻ നിങ്ങളോട് ചോദിക്കാം, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈ കേട്ട ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ ഇറക്കിയെങ്കിൽ, അള്ളാഹു നമ്മളെ സ്നേഹിച്ചാൽ പിന്നെ ജീവിതത്തിൽ ദുഃഖമുണ്ടോ? പ്രശ്നങ്ങളുണ്ടോ? പ്രയാസങ്ങളുണ്ടോ? ഒന്നുമില്ല. അള്ളാഹു നമുക്ക് ആ തിരുനോട്ടം നൽകട്ടെ. ബാക്കിയുള്ള 5 കൂട്ടുകാരെ നമുക്ക് നാളെ പരിചയപ്പെടാം ഇനിയുള്ള ദിവസങ്ങളിലായി. എന്റെ സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യണം? നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താ? കൽബിലും. നമുക്ക് ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? പൈസ. അതുകൊണ്ടല്ലേ പോക്കറ്റ് തന്നെ ഇവിടെ ഭാഗത്ത് വെച്ചേക്കണം. എന്താ പോക്കറ്റ് ഇവിടെ വെച്ചേക്കണം? എന്താ? ഹൃദയത്തിന്റെ ഭാഗത്താണ് പോക്കറ്റ്. കാരണം എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇരിക്കണം ഇതിന്റെ അകത്താ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതിന് വേണ്ടി കൊടുക്കണം. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം. ഒരൊറ്റ കാര്യം, കൂടുതൽ വാതൊന്നുമില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹു നൽകിയ. ഞാൻ ഇത്രയും നേരം ഓതിയത് അള്ളാഹിന്റെ ഖുർആനാണ്. ആ ഖുർആനിൽ 6666 ആയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 6666 ആയത്തുകൾ ഹൃദയത്തിന്റെ ഉള്ളിൽ കാണാതെ പഠിച്ച ഹാഫിളീങ്ങളായ മക്കളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് എന്റെ മക്കളെ ഒരു ഹാഫിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു ഹാഫിൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഈ പാവപ്പെട്ടവൻ അങ്ങനെ ഒരു അവസരം നൽകണം. അല്ലാഹു അതിന് കാരണക്കാരായവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കട്ടെ. ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെച്ചിട്ട് 3-ാമത്തെ ദിവസം മൂടി തുറന്നു നോക്കിയാൽ ശരീരം അഴുകാൻ തുടങ്ങും. ആദ്യം അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തേ നിനക്കുള്ള നയനം 2. 3 ദിവസമാകുമ്പോ ആദ്യം ഒഴുകുന്നതാ കണ്ണാണ്. തഴവാ ഉസ്താദ് നിമിഷ കവിയായിരുന്നു. തഴവാ ഉസ്താദ് ധാരാളം എത്രയോ നിമിഷ കവികൾ കുഞ്ചൻ നമ്പ്യാരി എടുത്തച്ഛനൊന്നല്ലേ നിമിഷ കവിയാരാ? ഒറ്റ നിമിഷം കൊണ്ട്. പണ്ട് പുലിക്കോട്ടിൽ ഹൈദർ എന്ന് പറയുന്ന മാപ്പിളപ്പാട്ട് അന്നുള്ള ഒരാളാണ് നല്ലളം ബീരാ മുസ്ലിയാർ. ഇവർ 2 നല്ലളം ബീരാ മുസ്ലിയാർ എന്ന് പറയുന്ന നിമിഷ കവിയാണ്. അപ്പൊ പുലിക്കോട്ടിൽ ഹൈദർ കാക്കായെ നല്ലളം ബീരാ മുസ്ലിയാർ കോഴിക്കോട് മിഠായി തെരുവിൽ വെച്ച് കണ്ടുമുട്ടി. ചായപ്പീടിക വെച്ച് ചായ കുടിക്കാൻ വേണ്ടി 2 സുഹൃത്തുക്കളായിരുന്നു. അവരും 2 കൂട്ടുകാരായിരുന്നു. അപ്പൊ ചായപ്പീടികയെ പോയപ്പോ അവരുടെയൊക്കെ ആശയവിനിമയം എന്താ? പുലിക്കോട്ടിലെ ഹൈദരാക്കാരുടെ നല്ലളം ബീരാ മുസ്ലിയാർ ചോദിച്ചു, അക്കാന മക്കാനിയിൽ നിന്നൊരു ചായ വാങ്ങിത്തരുമോ നല്ല ഹൈദർ കാക്ക. അവരുടെ ആശയവിനിമയം തന്നെ പാട്ടായിരുന്നു. നിമിഷ കവി ഹക്കായി മക്കാനി ചായ പിടിക്കുക. മക്കാനിന്ന് ഒരു ചായ എനിക്ക് മേടിച്ചരുവോ? വാങ്ങിത്തരുമോ നല്ല ഹൈദർ കാക്ക. ഉടനെ ഹൈദരാക്കാൻ പറഞ്ഞു, ഇക്കാര്യം എന്നിൽ എന്തിനൻ സൂരാനി, മുക്കാല് കയ്യിലില്ല പോ വീരാനെ. മുക്കാലട കയ്യിലില്ല വീരാനെ, നീ പോവാൻ. കോഴിക്കോട് മിഠായി തെരുവിന്റെ അങ്ങാടിയിൽ 5 മിനിറ്റ് കൊണ്ട് 4 വരി പദ്യം വായിച്ച മാപ്പിള കവികൾ ജീവിച്ചിരുന്ന നാടാണ് നമ്മുടെ മാപ്പിള കേരളം. തഴവാ ഉസ്താദ് അതിൽപ്പെട്ട ആളാണ്. ഇൽമിനെ പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് നിന്റെ കണ്ണെടുക്കാൻ തുടങ്ങും. പക്ഷേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 6666 ആയത്തുകൾ മനഃപ്പാഠമാക്കിയ ഒരു ഹാഫിദിനെ കൊണ്ടുപോയി മണ്ണിൽ വെച്ച് മണ്ണിനിട്ട് മൂടിയാൽ ആ ഹാഫിദിന്റെ ശരീരം പുഴുപോലും തൊടുകയില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നാളെ ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതിയാലും ആ മയ്യത്ത് കബറിന്റെ അടിയിൽ അതേപോലെ തന്നെ പുഴുപോലും തൊടാതെ ഇരിക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതരെ നബി മുഹമ്മദ് മുസ്തഫ.
നമ്മുടെ ജീവിതത്തിൽ ഒരു ഹാഫിദ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. മക്കളിലല്ലെങ്കിൽ കൊച്ചുമക്കളിലെങ്കിലും ഉണ്ടാകണം, കൊച്ചുമക്കളിലെങ്കിലും ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിന്റെ ബറക്കത്താണത്. അള്ളാഹു നമ്മളോട് കൂട്ടുകൂടാനുള്ള അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞത്, 3 വിഭാഗം ആളുകളുള്ള വീട്ടിൽ അള്ളാന്റെ മലക്കുകൾ നേരിട്ട് വന്നിറങ്ങുമെന്ന് അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. 3 വിഭാഗം ആളുകളുടെ വീടുകൾ, ആ വീട്ടിലേക്ക് മലക്കുകൾ നേരിട്ട് വന്നിറങ്ങും. അതിലൊന്നാമത്തതാരുടെ വീടെന്നറിയുമോ? വബൈത്തു ഹാഫിലുൽ ഖുർആൻ. ഒന്ന് വബൈത്തുൽ ആലിമി, ഒരാലിമിന്റെ വീടാണത്. ഇദാ അമില ബിഹി, ഇൽമനുസരിച്ച് അമൽ ചെയ്ത ആലിമുള്ള വീട്, ഒരു പണ്ഡിതനുള്ള വീട്, അത് മലക്കുകൾ നേരിട്ടിറങ്ങുന്ന വീടാണ്. രണ്ടാമത്തെ വീട് ഏതെന്നറിയുമോ? വബൈത്തു ഹാഫിലുൽ ഖുർആൻ. ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിലിന്റെ വീടാണത്, ഹാഫിലിന്റെ വീടാണത്. അതുകൊണ്ടൊരു വസിയത്തായിട്ട് എല്ലാ സദസ്സിലും ഞാൻ പറയാറുണ്ട്, അള്ളാഹുവിനെ ഇതെന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സെൻട്രൽ ജുമാ മസ്ജിദിൽ നിന്ന് 18 കുഞ്ഞുങ്ങളാണ് ഖുർആൻ ഹാഫിളാവാൻ വേണ്ടി പോയത്. അതിൽ ഡോക്ടറിന്റെ മക്കളുണ്ട്, എഞ്ചിനീയറിന്റെ മക്കളുണ്ട്. ഞാനിത് പറയുന്നത് എന്റെ ഒരു ദൗത്യം പോലെ അള്ളാഹു നൽകിയ അനുഗ്രഹം നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരികയാ. നമ്മുടെ മക്കളിൽ ഹാഫിളീങ്ങൾ ഉണ്ടാവണം. അതിന് കഴിഞ്ഞില്ലയോ നമ്മുടെ കുടുംബത്തിലെങ്കിലും അള്ളാന്റെ ഖുർആൻ നെഞ്ചകത്ത് കുത്തിവെച്ച ഹാഫിളീങ്ങൾ ഉണ്ടാവണം. 6666 ആയത്തുകൾ കാണാതെ പഠിച്ച നാളെ സ്വർഗലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു തആല മാതാപിതാക്കളുടെ തലയിൽ ഒരു കിരീടം വെക്കും. മരതഗ്രന്ഥങ്ങൾ പതിച്ച കിരീടമാണ്. മറ്റു മാതാപിതാക്കൾ ചോദിക്കും, എന്ത് ചെയ്തിട്ടാണ് ഈ മാതാപിതാക്കൾക്ക് ഈ കനക കിരീടം എന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയും, ഇവര് ഹാഫിളീങ്ങളുടെ മാതാപിതാക്കളാണ്, ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളീങ്ങളുടെ മാതാപിതാക്കളാണ്. അല്ലാഹു വിനീതന്റെ മാതാപിതാക്കൾക്കും അല്ലാഹു ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെന്ന് പറയുമ്പോ കൽബിൽ അള്ളാഹിനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ, അള്ളാഹിന്റെ കലാമ് മനപ്പാഠമാക്കുന്ന മക്കളെ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് അള്ളാഹിന്റെ ഖുർആനിൽ 6666 ആയത്തുകളുണ്ട്. സഹോദരങ്ങളെ, 6600 ആയത്തുകൾക്ക് 6666 ആയത്തുകൾക്ക് തുല്യമായി പള്ളിച്ചവിട്ടുകര മുസ്ലിം ജമാഅത്തിന്റെ ഈ പള്ളിക്ക് ചുറ്റും ഒരു ചുറ്റുമതിൽ കെട്ടണമെന്ന് സംഘാടക സമിതിക്ക് വലിയ ആഗ്രഹമുണ്ട്. അള്ളാന്റെ ഭവനമല്ലേ, ആ അള്ളാന്റെ തറവാട് സംരക്ഷിക്കാനുള്ള പടിയാണ്. ഇവിടെ നിന്നിട്ട് ഉസ്താദ് എത്രയോ സദസ്സിൽ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് കാസർഗോഡ് കുമ്പള മുതൽ അങ്ങകലെ തേങ്ങാപട്ടണം വരെ എത്രയെത്രയോ സദസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പിരിവിനല്ല, അതിന്റെ അപ്പുറത്തേക്ക് ഒരു നന്മയ്ക്ക് വേണ്ടി ഇതിന്റെ ബറക്കത്ത് കൊണ്ട് എത്രയോ ഹാഫിളീങ്ങളാ, എത്രയോ ഹാഫിളീങ്ങളാ. കഴിഞ്ഞ മാസം കല്ലമ്പലത്ത് ഞാൻ പ്രസംഗം നടത്തുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരു പയ്യനെയും പിടിച്ചു കൊണ്ടുവന്നു. ആ ചെറുപ്പക്കാരൻ ആരാ? കൂലിപ്പണിക്കാരനാ. ഉസ്താദേ, നിങ്ങളുടെ വയത് കേട്ടപ്പോൾ 3 വർഷം മുമ്പ് 6666 രൂപ ഞാൻ പറഞ്ഞതാ. എന്ന മകൻ ഹാഫിളായി ഉസ്താദേ എന്ന് പറഞ്ഞ് 11 വയസ്സുള്ള പൊന്നുമോനെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഈ വഅദിന്റെ മജ്ലിസിൽ എനിക്ക് കിട്ടിയ ഹാഫിളായ പൊന്നുമോനാണെന്ന് പറഞ്ഞ മുഹമ്മദ് സലീം എന്ന സഹോദരൻ അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനും ഹിഫ്ള് പഠിക്കാൻ പോയിരിക്കുകയാ. അതുകൊണ്ട് ഈ നിശബ്ദമായ രാത്രിയെ സാക്ഷി നിർത്തി അള്ളാന്റെ ഇൽമിന്റെ മജ്ലിസിനെ സാക്ഷി നിർത്തിയിട്ട് ഏതാഗ്രഹമാണോ മനസ്സിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് പറയുക. ഉസ്താദേ, ഈ മദ്രസ നിർമ്മാണത്തിന് വേണ്ടി 6666 രൂപ ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. പണി നടക്കുമ്പോൾ അതിന്റെ അവസരം പോലെ ഏൽപ്പിച്ചാലും മതി. ഈ സദസ്സിൽ വെച്ചിട്ട് ആദ്യമായിട്ട് പറയാൻ അള്ളാന്റെ റസൂൽ സഹാബത്തിനോട് സദക്ക ചോദിച്ചാല് ആരാണ് ആദ്യം പറയുക എന്ന് ചോദിച്ചാല് ഉടനെ സദസ്സിൽ നിന്നൊരാൾ ചാടി എഴുന്നേൽക്കും, അനയാ റസൂലല്ലാഹ്, ഞാൻ തരാ നബിയേ. ആരാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അള്ളാന്റെ റസൂൽ ചോദിച്ചാൽ ഉടനെ പറയും, ഞാൻ തരാ നബിയേ. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത വാഗ്ദാനം എന്താ? ലികുല്ലി നബിയിൻ റഫീഖും ബിൽ ജന്ന. ഓരോ പ്രവാചകന്മാർക്കും സ്വർഗ്ഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. വറഫീഖി ഫീഹാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ.
സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അർഹമർ റഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ നമ്മുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. ഭാവി ജീവിതം പാപരഹിതമാക്കണേ അല്ലാ. പൈശാചിക ദുർബോധനത്തിൽ ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോര കബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, വിശുദ്ധമായി സംരംഭത്തിന് വേണ്ടി ആദ്യമേ തന്നെ സദഖ ചെയ്ത സക്കീനത്ത് എന്ന സഹോദരി നീ ഖൈർ നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, സദഖ സ്വീകരിച്ചവരുടെ മക്കളെ, അവരുടെ കുടുംബങ്ങളിൽ നീ ഹാഫിളീങ്ങളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്കും അവരുടെ ഭർത്താവിനും റാഹത്തായ ആരോഗ്യ ജീവിതം നൽകണേ അല്ലാ. അവരുടെ മക്കൾക്ക് നീ ഖൈറായ പുരോഗതി നൽകണേ തമ്പുരാനെ. അവരുടെ മരണമടഞ്ഞ മാതാപിതാക്കളുടെയും ഭർത്തൃമാതാവിന്റെയും പിതാവിന്റെയും അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെയും കബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. എല്ലാവിധ നന്മകളും കബറിൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി സദഖ ചെയ്ത സഹോദരങ്ങൾ, അവർക്കെല്ലാവർക്കും നീ അതിന്റെ പ്രതിഫലം കബറിൽ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ശരീര സുഖത്തിന് വേണ്ടി സദഖ ചെയ്തവർ ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ലാ. സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് നീ സന്താന സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. മരണപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി സദഖ ചെയ്തവർ നീ ആ മക്കളെയും മാതാപിതാക്കളെയും സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ഗൾഫിൽ നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി സദഖ ചെയ്തവർ നീ അതിന്റെ ഖൈർ നൽകണേ തമ്പുരാനെ. പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി സദഖ ചെയ്തവർ പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ പാതിരാത്രിയിൽ നിന്റെ നേരെ കൈകൾ ഉയർത്തി നിൽക്കുന്ന ഈ പാവങ്ങളെ നീ കാണുന്നുണ്ടല്ലോ തമ്പുരാനെ. അല്ലാഹുവേ, സദസ്സിൽ വെച്ച് 6666 രൂപ വാഗ്ദാനം ചെയ്ത 7 സഹോദരങ്ങൾ, അല്ലാഹുവേ, നീ അവരുടെ മനസ്സിന്റെ മുറാദുകൾ അറിയാൻ തമ്പുരാനെ. അതൊക്കെ നീ വീട്ടിൽ കൊടുത്ത് സബലീകൃതമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ 1000 പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ട് തമ്പുരാനെ. എല്ലാ ദുഃഖങ്ങളും മാറ്റി ഞങ്ങളുടെ ശരീരത്തിനൊരു റാഹത്ത് നൽകണേ അല്ലാ. മാരക രോഗങ്ങൾ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നീ കാവല് നൽകണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. ആരൊക്കെ ഈ വിനീതനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിനക്കറിയാമല്ലോ അല്ലാ. എല്ലാം നീ ശിവയാക്കി അല്ലാഹുവേ ജീവിതത്തിൽ എന്റെ മേൽനോട്ടം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾ നീ ശിവയാക്കണേ തമ്പുരാനെ. അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോർക്ക് ഖബറിൽ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹാത്തുകളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളും ഹാഫിളീങ്ങളുമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഒരു ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളീങ്ങളെ തരണേ അല്ലാ. ആരൊക്കെ മക്കളെ ഹാഫിളീങ്ങളാക്കാൻ പാവപ്പെട്ടവനോട് സദഖ നൽകി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരുടെയും മക്കളെ നീ ഹാഫിളീങ്ങളാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഇരുന്ന ഓരോ സമയവും നീ ഞങ്ങൾക്ക് നാളെ ആഖിറത്തിൽ വിലപ്പെട്ട സമയമാക്കണേ അല്ലാ. സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് കാരണമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുന്ന നേരം കലിമ പറഞ്ഞ് മരിക്കുന്നവരിൽ പെടുത്തണേ തമ്പുരാനെ. ഈ സദസ്സിന് വേണ്ടി സഹകരിച്ചവർ, സഹായിച്ചവർ, ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ ഓരോരുത്തർക്കും നീ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അല്ലാഹുവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ നീ അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ ഭർത്താക്കന്മാരെ സൽസ്വഭാവികളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ ഒരു നല്ല ഭാവി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ നീ നല്ല സ്ഥിരതയുള്ള ഒരു ജോലി കൊടുക്കണേ തമ്പുരാനെ. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ഈ നാട്ടിൽ നിന്ന് ആരൊക്കെ
വിദേശത്ത് ജോലിയെടുക്കുന്നു അവരെ നീ അപകടങ്ങളിൽ നിന്ന് അസുഖങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. ഇക്കൂട്ടത്തിൽ കൂലിപ്പണിക്കാരുണ്ട്, നീ അതിന് ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. ജീവിതത്തിന്റെ 1000 പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ അല്ലാഹുവേ നീ അതെല്ലാം മാറ്റി ഞങ്ങളെ നീ റാഹത്തിലാക്കണേ അല്ലാ. നാളെ ഇതേ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടി നിന്റെ ഖുർആൻ കേൾക്കാൻ ഞങ്ങൾക്ക് നീ അവസരം ഒരുക്കണേ തമ്പുരാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد والآل أهل البيت سلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم 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 العالمين. السلام عليكم